ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ സംഘടിപ്പിച്ചു വരുന്ന ഒരു ഫ്രീ വെബിനാറിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോ തെറാപ്പി എന്നുള്ളതാണ്. സൈക്കോ തെറാപ്പിയെ കുറിച്ച് കൂടുതൽ അറിയാനും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും സൈക്കോ തെറാപ്പി കൊണ്ടുള്ള യൂസസ് അതല്ലെങ്കിൽ ഏതൊക്കെ തരം സൈക്കോ തെറാപ്പികൾ ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പരിമിതമായിട്ടുള്ള സമയത്തിനുള്ളിൽ നമുക്ക് ചർച്ച ചെയ്യുകയും അതിനെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ അടുത്തേക്ക് എത്തുന്ന ക്ലയൻസ്, ആ ക്ലയൻസിനെ ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ തിരിച്ചു വിടണമെങ്കിൽ അല്ലെ, അവരെന്തെങ്കിലും ഒരു പ്രശ്നം ഒരു പ്രയാസം ഒക്കെ നേരിടുമ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് വരിക. അപ്പോൾ അവര് നമ്മളുടെ അടുത്ത് വന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നേരത്തേതിനേക്കാൾ വേസ്റ്റ് ആയിട്ടല്ല പോകേണ്ടത്, മറിച്ച് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഏറ്റവും മനോഹരമായിട്ടുള്ള പുതിയ ചിന്തകൾ രൂപപ്പെടുത്തുകയും പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ നേടണമെന്നും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്നൊക്കെയുള്ള ഒരു ചിന്താ രീതിയിലൂടെ അവർക്കൊരു പരിവർത്തനമോ സംഭവിച്ചിട്ടായിരിക്കണം നമ്മളുടെ അടുത്തുനിന്ന് പോകേണ്ടത്. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സ്കിൽസ്, നോളജ്, എക്സ്പെർട്ടൈസ്, എക്സ്പീരിയൻസ് ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമാണ്. അപ്പോൾ ഒരാൾ നമ്മളുടെ അടുത്തെത്തുന്ന സമയത്ത് അവർക്ക് ഏത് തെറാപ്പിയാണ് കൊടുക്കേണ്ടത്, അദ്ദേഹത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള തെറാപ്പി എന്തായിരിക്കും, അദ്ദേഹത്തോട് സംസാരിച്ച് അസസ് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ട ഏറ്റവും മനോഹരമായ രീതിയിൽ അദ്ദേഹത്തിന് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളത് ഏത് തെറാപ്പി ആയിരിക്കും. അതല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അതൊരു കുട്ടിയാവട്ടെ വലിയ ആളാവട്ടെ, അവരുടെ ചലനങ്ങള്, അവരുടെ സംസാരങ്ങള്, അവരുടെ ഇടപെടലുകള്, ഇതിൽ നിന്നൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട്. അസസ്മെന്റിന് പോലും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രീതികൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഏറ്റവും മനോഹരമായ രീതിയിൽ അവരിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് സൈക്കോ തെറാപ്പിയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ സൈക്കോ തെറാപ്പി പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് വലിയ ഫീ ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് ഒരു സൈക്കോളജി പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റോ അതല്ലെങ്കിൽ കൗൺസിലിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ, സോഷ്യൽ വർക്ക് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സ്യൂട്ടബിളായി ഏറ്റവും ഫീസിബിൾ ആയിട്ട് നമുക്ക് സൈക്കോ തെറാപ്പികൾ പഠിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ വിംബിൾ അക്കാദമി എന്ന് പറയുന്നത്. കാരണം ഞങ്ങളൊക്കെ പഠിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയ സമയത്ത് പലപ്പോഴും നമ്മൾ നേരിട്ട ഒരു ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോ തെറാപ്പി തന്നെയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാറ്റ്ഫോം ഒരുക്കുക, അതിൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ഫീയിൽ നമ്മൾ സൈക്കോ തെറാപ്പികൾ ഏറ്റവും ക്വാളിറ്റിയിൽ തന്നെ കൃത്യമായിട്ടുള്ള അതിന്റെ നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് നമ്മളത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം. മാത്രമല്ല എത്ര നോളജുകൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുവോ അത്രത്തോളം നമ്മുടെ നോളജ് കൂടിയുള്ളൂ. ഒരിക്കലും നമ്മുടെ നോളജ് ആരോടെങ്കിലും ഷെയർ ചെയ്തു എന്ന് കരുതിയിട്ട് അതോ എൻ്റെ നോളജ് അവർ പഠിച്ചെടുക്കല്ലോ എന്നൊന്നും നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. നമ്മൾ എത്രത്തോളം നോളജുകൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ വാല്യൂവും കൂടും, നമ്മുടെ നോളജ് കൂടുകയും ചെയ്യും. അപ്പൊ ആ രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളെ മനോഹരമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, നമ്മുടെ സേവനങ്ങളെ, നമ്മളുടെ സഹായങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് മെന്റൽ ഹെൽത്ത് മേഖലയിൽ നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകുക. അപ്പൊ അതിന് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഈ ഒരു സമയത്ത് ഉറപ്പു തരികയും ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ഒരു ഫ്രീ വെബിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിംബിൾ അക്കാദമിയിലെ എല്ലാ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ ശ്രോതാക്കൾക്കും എല്ലാവിധ സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന വിംബിൾ അക്കാദമിയിൽ CBTയും DBTയും ബിഹേവിയറൽ തെറാപ്പിയും ഫാമിലി തെറാപ്പി ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സൈക്കോ തെറാപ്പി കോഴ്സുകൾക്ക്
വർക്ക്ഷോപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റുമായിട്ടുള്ള നിസാബ് സാറാണ് ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നത്. അദ്ദേഹത്തെ ഈ ഒരു സെഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. പ്ലീസ് നിസാബ് സർ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഓക്കെ, താങ്ക് യു ഫൈസൽ സാർ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നമ്മുടെ ഈ വെള്ളിയാഴ്ചകളിൽ ഈ ഒരു ടൈമിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു. കുറെ ആളുകൾ സ്ഥിരമായിട്ട് പിന്നെ ഈ സമയത്ത് എത്തിപ്പെടാറുണ്ട്. വളരെ സന്തോഷമുണ്ട് ഈ ഒരു സെഷനിൽ നിങ്ങൾ വന്നതിൽ. ഓക്കെ, എനിവേ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് നമുക്ക് കുറഞ്ഞ സമയമുള്ളൂ. നമ്മൾ വലിയ റിസർച്ച് പരമായിട്ടുള്ള ചർച്ചകൾക്കൊന്നും സമയമില്ല. എങ്കിൽ പോലും എന്താണ് പിന്നെ നമ്മൾ ഈ സൈക്കോ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പിന്നെ അതുമായിട്ട് എന്താണ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോ അത് സംശയങ്ങൾ ഏകദേശം നമുക്കൊരു നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജുകൾ വരാണ്. സാർ ഈ കോഴ്സ് ചെയ്താൽ എന്താണ്, എന്തെങ്കിലും പിന്നെ മെച്ചമുണ്ടോ, ഇതിന്റെ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ, ഞാൻ പിന്നെ ലേണിംഗ് ഡിസേബിലിറ്റി പഠിക്കാൻ പോവാണ്, കൗൺസിലിംഗ് പഠിക്കാൻ പോവാണ്, ആ കോഴ്സ് ചെയ്താൽ പ്രശ്നം ഉണ്ടാവോ, ഈ പ്രശ്നം എനിക്ക് എന്തൊക്കെയാ സാധ്യതകൾ ഉള്ളത് എന്നത് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അത് സംബന്ധിച്ചാണ് ഇങ്ങനൊരു അവയർനെസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരുപാട് സാധ്യതകളാണ് സൈക്കോളജി ഫീൽഡിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതൊരു ചെറിയ രൂപത്തിൽ സൈക്കോളജി എന്ന് നമ്മൾ പറയുമ്പോൾ സൈക്കോളജിയിൽ ഒരുപാട് ഇന്നോവേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് എന്തൊക്കെയാണ് നമുക്ക് ഇന്നോവേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പിന്നെ അതേപോലെ തന്നെയാണ് സൈക്കോളജി സ്റ്റുഡന്റ്. പിന്നെ സൈക്കോളജി സ്റ്റുഡന്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്കോപ്പുള്ള ഒരു ഏരിയയാണ്. പിന്നെ ഇന്നത്തെ കാലത്തൊക്കെ ഒരു സൈക്കോളജി ഒരു ഡിഗ്രി കഴിഞ്ഞ് ഒരു PG ലെവലിലൊക്കെ എത്തുമ്പോൾ അഡ്മിഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ PG കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് പോകണമെങ്കിൽ തന്നെ എന്താണ്, MPhil ഒക്കെ കുറഞ്ഞ സീറ്റുകൾ 12ഉം 13ഉം ഒക്കെ സീറ്റുകളാണ് MPhil ക്ലിനിക്കൽ സൈക്കോളജിക്ക് സാധാരണ കൊടുക്കാറ്. ഇങ്ങനെയൊക്കെ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്താണ് ഈ ഒരു പിന്നെ സൈക്കോ തെറാപ്പി എന്ന് പറയുന്ന ഒരു സൈഡ് ആയിട്ട് ചെയ്യുന്ന ഒരു കോഴ്സിനെ നമ്മൾ അതിനെപ്പറ്റി പഠിക്കുകയും അറിയുകയൊക്കെ ചെയ്താൽ തന്നെ നമുക്കൊരു MPhil വരെ എത്തണമെന്നില്ല. സാധാരണ ഒരു UG PG കഴിഞ്ഞാൽ തന്നെ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയി നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. എങ്കിൽ പോലും എന്താണ് നമ്മൾ ഒരുപാട് തിയററ്റിക്കൽ ആയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അതൊരു പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അത് നമുക്കൊരു കരിയർ ഉണ്ടാക്കാനും അതിലൊരു ഏർണിംഗ് ഉണ്ടാക്കാനും പറ്റും. അപ്പോ ഇതിന് നമുക്ക് ഏറ്റവും പ്രധാനം വേണ്ടത് നമുക്ക് എന്താണ്, കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ UG PG കഴിഞ്ഞു സൈക്കോളജി മേഖലയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യമായിട്ട് ഒരു ക്ലയന്റ് നമ്മളെ മുമ്പിൽ വരുമ്പോൾ നമുക്കത് കൗൺസിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഒരു ആങ്സൈറ്റി, അതുപോലെ തന്നെ നമുക്കൊരു എന്താണ് ഒരു ഡിപ്രസീവായ മോഡലൊക്കെ വരുമ്പോൾ എന്താണ് വളരെ പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് നമുക്ക് സ്വയമായിട്ടൊരു കോൺഫിഡൻസും അതിൽ നമുക്കൊരു ഹോപ്പുമാണ് വേണ്ടത്. ഹോപ്പ് എന്ന് പറയുന്നത് പ്രതീക്ഷ. കാരണം എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്ക് ഈ ലെവലിൽ ഒന്നുകൂടി പഠിച്ചാൽ ഏതൊരു ക്ലയന്റിനെയും ഏത് സിറ്റുവേഷനും ഏത് കേസും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റും എന്നുള്ളത് പിന്നെ നമുക്ക് കഴിയണം. അതേ സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില കുട്ടികളിൽ കാണാറുണ്ട് തീരെ ഹോപ്പില്ലാത്ത ഒരവസ്ഥ. ചില കുട്ടികൾ പിന്നെ ഒരു സബ്ജക്റ്റും കിട്ടാതെ വന്ന് സൈക്കോളജി പഠിക്കുന്നവരുണ്ടാവും. ചിലവരാരും സൈക്കോളജി പഠിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല. അതിന് നല്ലൊരു ഫ്യൂച്ചർ പ്ലാനും ഒന്നും കിട്ടില്ല. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ തന്നെ എന്താണ് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലയന്റിനെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന് പിന്നെ നമ്മൾ ഒരുപാട് ഇന്റേൺഷിപ്പുമായിട്ട് മറ്റുള്ള ആളുകളെ കാല് പിടിക്കണം, അവർക്ക് കമ്മീഷൻ കൊടുക്കണം. പിന്നെ അത് അത് ആ രീതിയിൽ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതേപോലെ തന്നെ അതേ സമയത്ത് ഓപ്പോസിറ്റ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് തന്നെ വളരെയധികം ഹോപ്പായിട്ട് മുന്നോട്ട് പോകുന്ന ടീമുണ്ട്. അതായത് പാഷനോട് കൂടി പഠിക്കാൻ വരുന്ന ആളുകളുണ്ട്. അവരെന്താണ് പിന്നെ ഇവര് പഠിച്ചു കഴിഞ്ഞ് അവരുടെ ലൈഫിൽ അത് ഫ്ലറിഷ് ചെയ്യാൻ വളരെയധികം അവര് ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോഴാണ് ഈ ഹോപ്പുള്ള ആളുകൾ മാത്രമാണ് നമ്മളെ ഈ ഒരു ഫീൽഡിലേക്ക് പിന്നീട് അവര് വരുന്നത്. പിന്നെ നിങ്ങൾ സാധാരണ സൈക്കോളജി പഠിച്ചവർക്ക് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ഉദാഹരണം നിങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ
സെലിഗ്മാന്റെ ലേണിംഗ് ഹെൽപ്ലെസ് എന്ന തിയറി പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഇവിടെ കേട്ടിട്ടുണ്ടോ? ലേണിംഗ് ഹെൽപ്ലെസ് അപ്രോച്ച് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചൊരു ഇന്ററാക്റ്റീവ് ആവാം. അന്നപ്പോ ഒരു സംശയങ്ങൾ തീർക്കുന്ന ഒരു സെഷനാണ് ഇത്. അല്ലാണ്ട് ഒരു നമ്മൾ തിയറി പഠിപ്പിക്കലല്ല. അതുകൊണ്ടാ. നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടില്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഇല്ല സർ. ഓക്കെ. ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ സൈക്കോളജി കുട്ടികൾ ഇപ്പം പലരും അനുഭവിക്കുന്നത്. ഏറ്റവും ഇദ്ദേഹത്തിന്റെ ഒരു തിയറിന്റെ ഒരു ഏറ്റവും നല്ലൊരു അപ്രോച്ച് എന്ന് പറയുന്നത് എന്താ അറിയോ? ഇദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. അതായത് ഒരു ബോക്സിനുള്ളിൽ അത് ഇരുമ്പിന്റെ ഒരു വലിയ പെട്ടി ഉണ്ടാക്കി അതിന്റെ 2 പാർട്ടായിട്ട് ഓരോന്നിലും ഓരോ ഡോഗിനെ 2 ഡോഗിനെ അതിൽ വെച്ചു. എന്നിട്ട് ഒന്നിലും എന്താണ് അതിൽ ഒന്നിൽ എന്ത് ചെയ്യും, ഒരു ഡോഗിന് എന്താണ് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കും. ആ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന സമയത്ത് എന്താണ്, ഈ നായ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി, ആ ഡോർ തുറന്ന് പട്ടിക്ക് പുറത്തേക്ക് പോകും. അതേ ഒരു സാധ്യതയുണ്ട്. അതേപോലെ മറ്റൊരു ബോക്സിൽ എന്താണ് ഇതേപോലെ തന്നെ എന്താണ് ഒരു ഷോക്ക് കൊടുക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ പട്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ ഇല്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഈ 2 പട്ടികളെയും ഡോഗിനെയും തിരിച്ചിങ്ങോട്ട്, നേരത്തെ എന്താണ് പിന്നെ ഡോറുള്ള പട്ടിനെ അങ്ങോട്ട് വിട്ടു, പിന്നെ ഡോർ ഇല്ലാത്ത ആ ഡോഗിനെ ഈ ഭാഗത്തേക്ക് വിട്ടു. അങ്ങനെ ഷോക്ക് കൊടുത്ത സമയത്ത് ഈ ആദ്യം എന്താ ഡോറുള്ള മാറ്റിയ ആ പട്ടി എന്താ അവിടുന്ന് ഓടാൻ ശ്രമിച്ചു, ഡോർ ഉണ്ടോ തട്ടി നോക്കി, ഒക്കെ ശ്രമിച്ചു നോക്കി. പക്ഷെ പുറത്തേക്ക് ഡോർ ഇല്ലാത്തത് കൊണ്ട് എന്താണ് എങ്ങനെയും പ്രതീക്ഷയോടെങ്കിലും പുറത്തേക്ക് പോകണം എന്നുള്ള ചിന്തയിൽ പട്ടി ചുറ്റുഭാഗത്ത് ഓടി. പക്ഷെ അതേ സമയത്ത് എന്താണ് നേരത്തെ ഒരു ഡോർ ഇല്ലാത്ത ഒരു പട്ടി ഈ ഡോർ ഉള്ളതിലാക്കി പട്ടി എന്താണ് ഷോക്കടിച്ച് ഓടാണ്ട് അടങ്ങിയത്. കാരണം എനിക്ക് ലൈഫിലേക്ക് ഒരു പ്രതീക്ഷയില്ല, എന്റെ ജീവിതം ഇവിടെ തീർന്നു. കാരണം ഒരു ഹോപ്പ് ഉണ്ട് ഫ്രണ്ടിലേക്ക്. ഈ പട്ടിക്ക് എന്ത് പറഞ്ഞാൽ ഡോർ തട്ടി നോക്കിയാൽ മതി, പുറത്തേക്ക് പോകാം. പക്ഷെ മുമ്പുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്, തനിക്ക് ഇനിയും ഈ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് എനിക്ക് ഒരു ലൈഫിലേക്ക് ഇനി ഒന്നും പോകാൻ പറ്റില്ല. ഇതാണ് ശരിക്കും എന്താണ് പല സൈക്കോളജി സ്റ്റുഡൻസിലും ഇപ്പോൾ സംഭവിക്കുന്നത്. അതായത് ഹെൽപ്ലെസ്നെസ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഒരു സിറ്റുവേഷൻ കവർ ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ഒരുപാട് എന്താണ് സൈക്കോളജി ഫീൽഡിൽ ആ ക്ലാസ്സിൽ തിയറി മാത്രം പഠിച്ചാൽ പോരാ. അതിന്റെ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് അവരെ കൂടെ ആളുകളുമായിട്ട് നമ്മൾ എന്താണ് കൗൺസിലിങ്ങിന് പഠിക്കാൻ പോകേണ്ടി വരും. പിന്നെ ഒരുപാട് ക്ലയന്റുമായിട്ട് സംസാരിക്കേണ്ടി വരും. പല രീതിയിൽ നമുക്ക് ഒരു എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അതേ സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞ സിറ്റുവേഷനിൽ പുറത്തേക്ക് പോകാൻ പറ്റാത്ത ഒരാള് അങ്ങനെ ആ ഒരു ഡോഗിന്റെ പരീക്ഷണം നടത്തിയതിൽ പിന്നെ നമുക്ക് അവർക്ക് എന്താണ് ചിലപ്പോ ആ ഒരു സൈക്കോളജി കോഴ്സോട് കൂടി എന്താണ് അവരവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ വേറെ എന്തെങ്കിലും ഒരു കോഴ്സിലേക്ക് വേറെ എന്തെങ്കിലും പഠിച്ച് ആ ഒരു എന്താണ് ആ കരിയർ അതാക്കി അതങ്ങനെ അവർ മുന്നോട്ട് പോകും. ഇങ്ങനെ പല മേഖല എന്താണ് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താണ് അവർക്ക് എവിടെയും ഒരു രക്ഷ ഉണ്ടാവില്ല. പഠിക്കുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. പകുതിക്കൽ ചില ആളുകൾക്ക് ഉണ്ടാവില്ല. പിന്നെ തുടങ്ങി കുടുങ്ങി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പഠിച്ചത് അവിടെ കുറച്ച് അവിടെ ഇട്ടിട്ട് അടുത്ത കോഴ്സിന് പഠിക്കാൻ പോകുക. അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. പക്ഷെ ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ പലരെയും നമ്മൾ കാണാറുണ്ടായിരുന്നത്. ഈ ഒരു സൈക്കോ തെറാപ്പിന് ജസ്റ്റ് ഒരു എന്താണ് ഞാൻ ഇതുവരെ പറഞ്ഞത് സിമ്പിൾ ആയിട്ട് നമ്മളിപ്പോ പ്രസന്റ്ലി അനുഭവിക്കുന്ന പല കുട്ടികളും അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. എങ്കിൽ പോലും നമ്മൾ സൈക്കോ തെറാപ്പിന്റെ ചെറിയൊരു ഡെഫിനിഷൻ ഞാൻ നിങ്ങളോട് പറയാം. എല്ലാവർക്കും അറിയുന്നതായി, അതായത് നമ്മൾ ക്ലയന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത്, കൗൺസിലിംഗ് സമയത്ത് അവരുടെ ഇമോഷൻസും സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ ബിഹേവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി നമുക്ക് എന്തൊക്കെയോ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, എത്രത്തോളം അവരെ പുതിയൊരു ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടേമാണ് സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഇതില് കൗൺസിലിംഗിൽ ഒരുപാട് പാത്ത് വേ ഉണ്ട്. അതായത് നമ്മൾ സാധാരണ ഒരു PG കഴിഞ്ഞിട്ടുള്ള ഒരാൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ ലോകം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ അറിയാം, പിന്നെ ഇവരുടെ അടുത്ത് പോയാൽ നല്ല രീതിയിൽ കൗൺസിലിംഗ് ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ടതൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അറിയാം എന്നുള്ള ഒരു ചിന്താഗതിയായിട്ട് നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ. ഇപ്പൊ അടുത്ത കാലത്തൊരു ഞാനൊരു ആഡ് കണ്ടു. അത് ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആളാ. അവരൊരു 2 പെൺകുട്ടികൾ കാണുന്ന ഒരു സീനാണ്. ആ പെൺകുട്ടിനെ വർഷങ്ങൾക്ക് ശേഷം കുട്ടി കാണുകയാണ്, ഫ്രണ്ട് കാണുക. അപ്പൊ പിന്നെ ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നീ MSc സൈക്കോളജി കഴിഞ്ഞതല്ലേ? ആ കഴിഞ്ഞു. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് ചില പ്രയാസങ്ങൾ, നീ ഒന്ന് കൗൺസിൽ ചെയ്യോ? അപ്പോ ഈ കുട്ടി ആ സമയത്ത് ആ കുട്ടിയായിട്ട് ഈ പെൺകുട്ടിനെ കണക്ട് ചെയ്യുന്നു.
ആ കണക്ട് സമയത്ത് ഈ പെൺകുട്ടി ആദ്യമായിട്ട് ഒരു കേസ് ചെയ്യുന്ന ഒരു ആങ്സൈറ്റി ഫീലിങ്സ്, കാരണം ഒന്നും കേട്ടിട്ട് എന്താ ചെയ്യുക, ആദ്യമായിട്ട് ഒരു കേസ് കേൾക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയില്. അപ്പോ ആ അവസ്ഥ മാറണമെങ്കിൽ എന്താണ്? കാരണം നമ്മള് പഠിച്ചു കഴിഞ്ഞ ഒരു കോഴ്സ് പഠിച്ച് കൗൺസിലിംഗ് ഏതുമാവട്ടെ, സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കോഴ്സും ആവട്ടെ, പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ബേസ് ചെയ്ത് നമ്മൾ കൗൺസിലിങ്ങിനോ ഒന്നിനും നമുക്ക് കഴിയില്ല. പക്ഷേ ആ പഠിക്കുന്ന സമയത്ത് തന്നെ പരമാവധി പ്രാക്ടിക്കൽ സെഷൻസ് നമുക്ക് കിട്ടാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള ചെറിയ ചെറിയ ഈ രീതിയിലൊക്കെ നമ്മളെന്താണ് പ്രാക്ടിക്കലായി കിട്ടുന്ന ആ ഒരു സെഷൻ പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ട് എന്താണ് നമുക്ക് മുന്നോട്ട് കേറിയാൽ മാത്രമേ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ക്ലയന്റിനെ നമുക്ക് നല്ല രീതിയില് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ഇപ്പോ പഴയ ഒരു സ്ഥിതി നമ്മള് നോക്കുകയാണെങ്കിൽ, അതായത് നമ്മളെ ഈ മുമ്പില് നിൽക്കുന്ന ഒരാള് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു 5 വർഷം മുമ്പ് വരെ നോക്കുകയാണെങ്കില്, അതായത് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കൺസൾട്ടീവ് സൈക്കോളജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്, ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നത് പേഷ്യന്റുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും അതുമായിട്ട് എന്താണ് സൈക്കാട്രിക് ലെവലിലേക്കായിരിക്കും പോവുക. അതേപോലെ ഇൻഡസ്ട്രി ലെവലിൽ പോവുകയാണെങ്കിൽ ജോലിബന്ധമായിട്ടുള്ള അവരുടെ ആളുകളുടെ മെന്റൽ സ്റ്റാറ്റസും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടായിരിക്കും ഒരു സെഷൻ വരുന്നത് സൈക്കോളജിയിൽ. പിന്നെ അതേപോലെ റിസർച്ചുമായിട്ട് അല്ലെങ്കിൽ ആ ഏരിയയിൽ സ്റ്റാറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു മേഖല, കാരണം അങ്ങനെ മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്താണ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ ഹോസ്പിറ്റലിൽ മാത്രം, ഇൻഡസ്ട്രി മേഖലയിൽ ജോലി ചെയ്യുന്നവർ ഇൻഡസ്ട്രിയിൽ മാത്രം, റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടവരെന്താണ് ആ ഒരു മേഖലയിൽ മാത്രമേ ജോലി ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു ഫീൽഡിൽ എന്താണ് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോ ആളുകള് മാറി. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും BA ഇംഗ്ലീഷ് പഠിച്ച ആളുകളും PG സൈക്കോളജി എടുത്തിട്ട് പിന്നെന്താണ് ഈ ഒരു കൗൺസിലിംഗ് മേഖലയിലും ആളുകളോട് എന്താണ് ഒരു പാഷനോട് കൂടി വരുന്ന ഒരാളുകൾ. ആ പഴയ കാലത്തെ, കാരണം ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഇലക്ട്രിക് മെക്കാനിക്കൽ ആയ ഈ ഭാഗത്താണെങ്കിൽ, കാരണം എന്റെ ജോലി ഇതാണ്, എനിക്കിത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള ഒരു പാറ്റേൺ ആണ്. പക്ഷേ ഇന്നത്തെ അത് തിരിച്ച് നല്ലൊരു പോസിറ്റീവായിട്ട് ഇന്നത്തെ കാലത്തൊക്കെ വന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറയും പല മേഖലയിലും ആളുകള്, കാരണം പഠിച്ചതൊക്കെ അവിടെ വെച്ച് അവര് ജോലി പോകുന്നു എങ്കിൽ പോലും കൂടെ എന്താണ് ഒരു സൈക്കോളജി പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റി അവർ കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം എന്താണ് ഒരു നമ്മുടെ ചുറ്റുപാടില് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ, ചിലപ്പോ കുടുംബത്തിൽ തന്നെ ആളുകളുണ്ട്. അന്നപ്പോ ഏതെങ്കിലും ഒരു സെഷന് വീട്ടിലൊരാള് പങ്കെടുത്തതിന് ശേഷം അയാളെ മനസ്സിൽ ഓട്ടോമാറ്റിക് എനിക്കൊന്ന് പഠിച്ചാലോ, കാരണം അയാൾ ചിലപ്പോൾ വേറെ മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവര് മുതലാക്കി എടുത്ത് മുന്നോട്ട് വരുന്നത്. അപ്പോ ഇതില് ഒരു കാറ്റലൈസ്റ്റ് എന്ന് പറയുന്ന ഇതിന്റെ പ്രധാനമായിട്ട് സൈക്കോളജിസ്റ്റിന്റെ ഒരു എയിം ഉണ്ട്. അതായത് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ്, ആളുകൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ചിലപ്പോ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ പല മേഖലയിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് പോസിറ്റീവ് ആയിട്ട് ചേഞ്ചസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു എയിം സൈക്കോ തെറാപ്പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ പിന്നെ റെസിലിയൻസി എന്ന് പറയുമ്പോ പിന്നെ ഇവർക്കെന്താണ് ഏത് മേഖലയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവുണ്ടാക്കി കൊടുക്കുക. അതായത് ഒരു പ്രതിസന്ധി, ഒരു സിറ്റുവേഷൻ അവർക്ക് വരുന്ന സമയത്ത് അവർക്കെന്താണ് എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം. അതിനുള്ള മൈൻഡ്ഫുൾനെസ്, പിന്നെ അതുപോലെ റിലാക്സേഷൻ മെത്തേഡ്, പിന്നെ ആങ്സൈറ്റി തെറാപ്പീസ്, അതുപോലെ തന്നെ എക്സ്പ്ലോഷർ തെറാപ്പി, ഇങ്ങനത്തെ പല തെറാപ്പികളും ഉപയോഗിച്ചിട്ടാണ് സൈക്കോ തെറാപ്പിയിലെ പല ടേംസും ഉപയോഗിച്ചിട്ടുണ്ട്. ആ സിറ്റുവേഷൻ ഇനിയും നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നത് കൂടി പഠിപ്പിക്കുകയാണ് സൈക്കോ തെറാപ്പിയിലെ പ്രധാനപ്പെട്ട ഒരു എയിംസ്. എന്നീ രണ്ടാണ് കാറ്റലൈസും ആൻഡ് റെസിലിയൻസും. കാറ്റലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് പുതിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ അവർ ഏത് സിറ്റുവേഷനിൽ വന്നാലും അവർക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു കൗൺസിലിംഗിൽ സാധാരണ നമ്മൾ കൗൺസിലിംഗിൽ നമുക്ക് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ലിസണർ ആവണം. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, കൗൺസിലിംഗ് സ്കില്ലൊക്കെ പഠിച്ചവരാണ്. അതില് അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ പോവുക, പിന്നെ സപ്പോർട്ടിങ് കൊടുക്കുക, പിന്നെ നോൺ ജഡ്ജബിൾ ആയിട്ട് അവരെ കേട്ടിട്ട് അതിനനുസരിച്ച് മറുപടി കൊടുക്കുക. ഇതൊക്കെയാണ് സാധാരണ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോ അതേ സമയത്ത് ഈ ഒരു സൈക്കോ തെറാപ്പിയിലേക്ക് വരുമ്പോൾ പല തെറാപ്പികളും ഒരു CBT പോലെയല്ല DBT വരുന്നത്. DBT പോലെയല്ല RBT വരുന്നത്. RBT പോലെയല്ല SFT വരുന്നത്. അതായത് അവരുമായിട്ട് നല്ല രീതിയിൽ എത്രത്തോളം നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പറ്റുമോ ആ കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ഇന്റർവെൻഷൻ അവർക്ക് കൊടുക്കുക. എന്താണ് അവർക്ക് ആവശ്യം അവരിൽ നിന്ന് കണ്ടെത്തി അവരിലൂടെ തന്നെ സൊല്യൂഷൻ കൊടുക്കുക എന്നതാണ് സൈക്കോ തെറാപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു
പിന്നെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പിജി കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ പ്രധാനമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നാണ് എങ്ങനെയാണ് ക്ലയന്റിനെ ഹാൻഡിൽ ചെയ്യുക? അതിനിപ്പോ എന്തൊക്കെ ചെയ്യാം? ചിലപ്പോ ഈ ഒരു പിന്നെ 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പൂർണ്ണമായിട്ടും എല്ലാ തിയറി ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ചിലപ്പോ സൈക്കോ തെറാപ്പി, ചില തെറാപ്പീസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു പ്രശ്നം ഹൗ ടു അപ്ലൈ എന്നുള്ള ഒരു പ്രശ്നം എന്താണ്? കാരണം ഇവര് പ്രാക്ടിക്കൽ ആയിട്ടോ ഇന്റേൺഷിപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടല്ല. കോഴ്സ് കഴിഞ്ഞ് റെഗുലർ ആയിട്ടോ ഡിസ്റ്റന്റ് ആയിട്ടോ പല രീതിയിലും ആളുകൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അവർക്ക് എന്താണ് നമുക്ക് എത്രത്തോളം ഈ ഈ സാഹചര്യം എന്താണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങള് ഒരു വിംബിൾ അക്കാദമി എന്ന് പറയുന്ന ഞങ്ങളൊരു 3, 4 പേര് കൺസൾട്ടന്റ് സൈക്കോളജി കാരണം ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന കാരണം ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞവരാണ് ഞാനും ഫൈസൽ സാറും കൂടെ എടുക്കുന്ന വർഷ മാം അതുപോലെ തന്നെ എന്താണ് അഫ്ര. ഇവരൊക്കെ ഞങ്ങളൊക്കെ ഈ സ്റ്റേജ് കഴിഞ്ഞവരാണ്. കാരണം എന്താണ് ഞങ്ങൾ റെഗുലർ ആയി ഡിസ്റ്റൻസ് ഒക്കെ പഠിച്ചിട്ട് ഈ ഒരു സ്റ്റേഷൻ വന്നാൽ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോ ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളെ പഠിപ്പിക്കാൻ കുറച്ച് ടീംസ് അന്ന് വന്നു. ഈ സൈക്കോ തെറാപ്പിയും ടെക്നിക്കലായിട്ട്. അതൊക്കെ ഹൈ അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ഫീസ് കൊടുത്തിട്ടാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. പക്ഷേ ഞങ്ങൾ പഠിച്ചത് പോലെ തന്നെ പിന്നെ മറ്റുള്ളവരെ ആളുകളിൽ മുതലെടുത്ത് നടക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഇല്ല. പക്ഷേ ഈ സിറ്റുവേഷൻ ഞങ്ങളൊന്ന് മാറ്റിയെടുക്കാൻ ഞങ്ങൾ ഇരുന്ന് ചിന്തിച്ചു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ സൈക്കോ തെറാപ്പി വിംബിൾ അക്കാദമിയിൽ എത്തിയത്. അപ്പോ ഇങ്ങനെ ഒരുപാട് പല മേഖലയിൽ നമുക്കെന്താണ് പല ഇൻസ്റ്റിറ്റ്യൂഷനും പല ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ എന്താണ്? നമ്മൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? എത്രത്തോളം നമുക്ക് അവിടെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒന്ന് എന്താണ് പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പഠിക്കാൻ പോകുന്ന സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ അല്ല. സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ നമുക്ക് പല സ്ഥലത്തുനിന്നും കിട്ടും. പക്ഷേ പഠിക്കുന്നത് എത്രത്തോളം നമുക്ക് ആ കണ്ടന്റ് അവര് തരുന്നുണ്ട്. അതായത് വിംബിൾ അക്കാദമിയിൽ ഒരു കോഴ്സിന് നിങ്ങൾ ചേരുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും കണ്ടന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ എന്താണ് 100% ആലോചിക്കണം. അത് ചേരുന്നതിന് മറ്റുള്ള ആളുകളുടെ അഭിപ്രായം ചോദിച്ചിട്ട് മാത്രമേ എന്താണ് വിംബിൾ അക്കാദമിയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റൂ. അങ്ങനെ കാരണം എന്താണ് നമ്മൾ കാശ് വെറുതെ കൊടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒന്നും കിട്ടി നമുക്കൊരു ഉപകാരമില്ല. കാരണം അബദ്ധങ്ങൾ ഒരുപാട് എല്ലാവർക്കും പറ്റുന്നു. ഈ പറഞ്ഞ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പലർക്കും പറ്റിയിട്ടുണ്ട്. കാരണം നമ്മള് ഒരു കോഴ്സ് കാണുന്ന ഓടിച്ചാടി കേറും. എന്നിട്ട് എന്താണ് അതിലൊന്നും കിട്ടൂല. സർട്ടിഫിക്കറ്റ് ആയിട്ട് വീട്ടിൽ ഇങ്ങനെ അട്ടിക്ക് വെച്ചിരിക്കും. പക്ഷെ അത് പാടില്ല. നമ്മൾ പ്രത്യേകിച്ച് സൈക്കോളജി മേഖലയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്നപ്പോ ഏതാണ് നമുക്ക് ആപ്റ്റ് ആയി വരുന്നത്, എത്രത്തോളം നമുക്ക് എന്താണ് നമ്മുടെ കരിയർ എന്താണ് വലുതാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം പോവുക എന്നുള്ള ഇത് ഒന്ന് ആഡ് ചെയ്തതാണ് നമ്മുടെ ഈ സൈക്കോ തെറാപ്പിന്റെ ഒരു സെഷനിൽ. അപ്പോ ഇതില് നമുക്ക് സൈക്കോ തെറാപ്പിയിലേക്ക് തന്നെ വരാം. സൈക്കോ തെറാപ്പിയിലേക്ക് ഈ എന്താണ് മെന്റൽ ഹെൽത്ത് മോഡൽ എന്ന ഒരു മോഡൽ ഉണ്ട്. അപ്പോ ആ മോഡൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ ഈ ഇന്നത്തെ കാലത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരുപാട് മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾ അതിനനുസരിച്ചുള്ള ചികിത്സ കിട്ടാത്ത ഒരവസ്ഥ. അതായത് മാനസിക പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അതിന് ഇന്റർവെൻഷൻ കൊടുക്കാൻ പറ്റുന്ന കൺസൾട്ടന്റ്സ്മാരോ സൈക്കോളജിസ്റ്റുമാരോ ആരും ഇല്ലാത്ത അവസ്ഥ. അതേപോലെ തന്നെയാണ് മാനസിക പ്രശ്നങ്ങൾ കൂടുതലില്ല. പക്ഷെങ്കില് എന്താണ് ഈ ചികിത്സിക്കുന്ന ആളുകൾ കൂടുതലും. ഈ ഒരു മെന്റൽ ഹെൽത്ത് എന്താണ് കണ്ടിന്യൂ മോഡൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്താണ് എപ്പോഴും ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. കാരണം ഏതൊരു പ്രതിസന്ധിയിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളെ നമുക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുക. അവരെ കേട്ട് കാരണം പല ആളുകളും എന്താണ് ഫീസ് വാങ്ങുന്ന സാഹചര്യം ഫീസൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്താണ് ചെറിയ ആക്ടിവിറ്റീസും കാര്യങ്ങളും പറഞ്ഞ് പ്രശ്നങ്ങൾ തീർന്ന് നിങ്ങൾ വേറെ ഏതോ റെഫർ ചെയ്ത് സൈക്കാട്രിക് പ്രോബ്ലം ആണ്. സാധാരണ നോർമൽ ആയിട്ട് വരുന്ന ആളുകളായിരിക്കും. എന്നാൽ പോലും എന്താണ് അവർ സൈക്കാട്രിക് ലെവലിലേക്ക് റെഫർ ചെയ്ത് അത് അങ്ങനെ വിടും. അങ്ങനെയല്ല. അവര് നമ്മളെ ക്ലയന്റ് ആരും ആയിക്കോട്ടെ നമ്മളെ മുമ്പിൽ വരുന്ന ആളുകൾക്ക് എന്താണ് എത്രത്തോളം നമുക്ക് ഇന്റർവെൻഷൻ ചെയ്യാൻ പറ്റുമോ അത് കൊടുത്ത് മാത്രമേ എന്താണ് മറ്റുള്ള നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയിൽ മാത്രം സാഹചര്യം വരുമ്പോൾ മാത്രം നമ്മൾ റെഫർ ചെയ്യാം. അതേ സമയത്ത് എന്താണ് നമ്മുടെ ഈ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ആരെങ്കിലും പിന്നെ പിന്നെ ആരെങ്കിലും ഒരാളൊന്ന് ഉത്തരം പറഞ്ഞാൽ നന്നായിരുന്നു. പിന്നെ ഈ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് പിന്നെ പിന്നെ നിങ്ങൾക്ക് എത്ര ശതമാനം ചിലപ്പോ ഒരു 80 നമ്മുടെ ഇപ്പത്തെ ഒരു സാഹചര്യത്തില് എത്ര ശതമാനം ആളുകൾക്ക് ഒരു മാനസികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവും? അല്ല മാനസികമായിട്ടുള്ള രോഗങ്ങൾ മെന്റൽ ഹെൽത്തുമായി ഇഷ്യൂസ് ഉണ്ടാവും. അല്ലെങ്കിൽ മാനസിക രോഗങ്ങൾ എത്ര ശതമാനം നമ്മുടെ ഈ ഒരു അവസ്ഥയില്?
നിങ്ങൾ പല മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായം എത്ര ശതമാനത്തോളം നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ ഒരു പ്രശ്നം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്? എന്ത് കേട്ടില്ല? ഒരു 50%. ഓക്കെ, അടുത്ത ആള്. 90%. കാരണം ഇപ്പൊ ജോലി സ്ട്രെസ്സും ഒക്കെ കൂടി എടുക്കുമ്പോ 19 ആണോ? 90 90 ആവുമ്പോ എല്ലാവരും മാനസികമായിട്ടുള്ള അല്ല, മാനസിക ഓ. രോഗം എന്നല്ല, മാനസിക ആരോഗ്യം, സ്ട്രെസ് അങ്ങനത്തെ ഇതൊക്കെ കൂട്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ. ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പൊ പലരും പറഞ്ഞതൊക്കെയാണ് എങ്കിൽ പോലും മാനസിക രോഗങ്ങൾ എന്ന് പറയുന്നത് സൈക്കോട്ടിക് ആയിട്ടുള്ള ഷിസോഫ്രീനിയ, അതുപോലെ തന്നെ ബൈപ്പോളാർ, അങ്ങനത്തെ പല ഹൈ സിവിയർ ആയിട്ടുള്ള രോഗങ്ങൾ. അത് ഏകദേശം വരുന്നത് എന്താണ്, 10% മുതൽ 20% മാത്രമേ നമ്മുടെ ഇപ്പോഴത്തെ സെൻസസ് പ്രകാരം നമ്മുടെ കേരളത്തിലുള്ളൂ. ബാക്കിയുള്ള 80% ആളുകളും പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്ട്രെസ് ലെവലും ഡിപ്രഷനും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരൊക്കെ നോർമലായിട്ട് ജീവിച്ചു പോകുന്നു. പക്ഷെ നമ്മളൊന്ന് ആലോചിക്കുക, അവരൊക്കെ ഹാപ്പി ആണോ? നിങ്ങളൊന്ന് പറഞ്ഞേ. ഈ ബാക്കിയുള്ള 80% ആളുകൾ വളരെ ശരിയാണ്. അല്ല വളരെ അപ്പോ അങ്ങനെയുള്ള ആളുകളെയാക്കാണ് നമ്മൾ എന്താണ് ഈ 80% വരുന്ന ആളുകളായിരിക്കും നമ്മളെടുത്ത് വരുന്നത്. അതായത് ഈ സൈക്കോട്ടിക് ലെവലായിട്ടുള്ള ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് അവരെന്താണ് ഡയറക്റ്റ് ആയി സൈക്കോട്രിക് ആയിട്ടുമുള്ള ഡോക്ടേഴ്സും സൈക്കാട്രിക് ലെവലിലേക്കായിട്ട് പോകും. പക്ഷെ നമ്മളെ പോലെ സൈക്കോ തെറാപ്പി പഠിച്ചിട്ടുള്ള ആളുകളുടെ അടുത്താണ് ഈ ബാക്കിയുള്ള 80%. സാറ് ഇന്നലെ മുതൽ എനിക്ക് എന്തോ ഒരു ടെൻഷൻ, എനിക്കത് പറയാൻ പറ്റില്ല, എനിക്ക് എന്താണ് മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത് പോലെ, ഒരാഴ്ചയെ എനിക്ക് സാധാരണ കഴിഞ്ഞതുപോലെ കഴിയാൻ, പിന്നെ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല, കുട്ടികളുമായിട്ട് ഇടപഴകാൻ പറ്റും, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകൂല. പക്ഷെ നമ്മളടുത്ത് വരും, കൗൺസിലർ അടുത്ത് വരും. അങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ എന്താണ് നമ്മുടെ പോസിറ്റീവായിട്ട് കാറ്റലിസ്റ്റും അതുപോലത്തെ റെസിലിയൻസ് ഒക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇതിന് നമുക്ക് എന്താണ് നമ്മളെ പോലെ കൗൺസിലിംഗ് ആയ സൈക്കോളജിസ്റ്റിന് മാത്രമേ നമുക്ക് കഴിയൂ. നമുക്ക് മാത്രമേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയൂ. പിന്നെ ഇവിടെ രണ്ട് തരത്തിലുള്ള ഇങ്ങനത്തെ അവസ്ഥ കടന്നു പോകുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള ഒരു ചിന്താഗതി ഉണ്ട്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ സൈക്കോളജി മേഖലയിൽ പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഒരു നോർമലായിട്ടൊരു സൈക്കോളജി പഠിക്കുന്ന ആൾക്കൊരു ചിന്താഗതി, ഡൈവേർജന്റ് തിങ്കർ എന്ന് പറയുന്നത് എന്താണ്, ഒരേ ഡയറക്ഷനിൽ അല്ല, നമുക്ക് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം. അതായത് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ നിങ്ങൾ എല്ലാവരും വന്നില്ലേ, അപ്പോ നിങ്ങൾ വന്ന സമയത്ത് എല്ലാവരും കൗൺസിലിംഗ് മേഖലയിൽ നിന്നായിരിക്കില്ല, എല്ലാവരും സൈക്കോളജി മേഖല, പല മേഖലയിൽ ജോലി ചെയ്യുന്നവരൊക്കെ. അപ്പോ ഈ ഒരു കൂട്ടായ്മ എല്ലാം കൂടി വരുമ്പോ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ വരും, ഒരുപാടുള്ള ചിന്താഗതികൾ വരും. ഇതാണ് ഡൈവർജന്റ് തിങ്കർ. ഒരു വ്യത്യസ്തമായിട്ട് പല മേഖലകളിൽ നിന്നും ആളുകൾ വന്നിട്ട് ഒന്നിച്ചു കൂടി ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു രീതിയാണ് ഡൈവർജന്റ്. അപ്പോ ഈ കൺവേർജന്റ് തിങ്കർ എന്ന് പറയുന്നത് ഒരേ ഡയറക്ഷനിൽ ചിന്തിക്കുക. കാരണം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ജോലി കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു ഇലക്ട്രോണിക് മെക്കാനിക് ആണ്, ഒരേ വേയിൽ ചിന്തിക്കുക. പക്ഷെ നമുക്ക് ഇവിടെ കൺവേർജന്റ് തിങ്കർ നമുക്ക് ഇവിടെ ആവശ്യമില്ല. നമുക്ക് അതിനങ്ങോട്ട് ഒഴിവാക്കാം. നമുക്ക് ഡൈവേർജന്റ് തിങ്കർ വേണം. കാരണം വിംബിൾ അക്കാദമിയിൽ പല മേഖലയിലെ ആൾക്കാർ വന്നിട്ടുള്ള ഒരു സംഘടനയാണ്, ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളെല്ലാവരും ഇവിടെ തീരുമാനം. അപ്പോ പലതരത്തിലുള്ള ആശയങ്ങൾ വരും, ഒരുപാട് ചർച്ചകൾ വരും, ഡിസ്കഷൻസ് വരും. അപ്പോ ആ രീതിയിൽ നമുക്ക് നല്ലൊരു പുതിയൊരു സമൂഹത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെയാണ് ഇതില് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ രീതിയിൽ ശ്രദ്ധിക്കണം. അതിന് വാല്യൂ ഉണ്ടോ വാല്യൂ ഇല്ലാത്തതോ എന്നല്ല, സർട്ടിഫിക്കറ്റിന്റെ കാര്യമല്ല, പിന്നെ അതിലടങ്ങിയ കണ്ടന്റുകളാണ് നമ്മൾ എന്തോ സർട്ടിഫിക്കറ്റ് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ഒരു സ്ഥിതി അനുസരിച്ച് സർട്ടിഫിക്കറ്റ് ഗവൺമെന്റ് പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവില്ല. എങ്കിൽ പോലും നമ്മൾ സർട്ടിഫിക്കറ്റ് വാല്യൂ നോക്കുന്നതിനപ്പുറം അതിൽ
എന്താണ് അതിലെത്രത്തോളം നമുക്ക് പഠിച്ച് അത് എന്താണ് ഉപകാരങ്ങൾ കിട്ടുന്നു, എത്രത്തോളം നോളജ് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ഒരു സൈക്കോ തെറാപ്പിന്റെ സ്കോപ്പാണ്. സ്കോപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യത്തിലാണ് സൈക്കോ തെറാപ്പി നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് എന്താണ് മെന്റൽ ഹെൽത്ത് ഡിസോർഡർ ആണ്. നമ്മൾ പലതരത്തിൽ 10 മെന്റൽ ഡിസോർഡർ ഉണ്ട്. അതായത് ബൈപ്പോളാർ, പിന്നെ എന്താണ് ഷിസോഫ്രീനിയ, ഷിസോടിപ്പിക്കൽ, അതുപോലെ അങ്ങനത്തെ പലതരത്തിലുള്ള മെന്റൽ ഡിസോർഡർ ഏതൊക്കെയാണോ ഡിസോർഡർ ഉള്ളത് അതിനൊക്കെ നമുക്ക് സൈക്കോ തെറാപ്പിയിലെ എല്ലാ തെറാപ്പികളും ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ അതേപോലെ ബിഹേവിയർ ഇഷ്യൂസ്, സ്വഭാവത്തിലെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വരുന്ന ഒരുപാട് സ്വഭാവ വൈകല്യങ്ങളുണ്ട്. അതൊക്കെ എന്താണ് സൈക്കോ തെറാപ്പിയിലെ നമ്മളെ പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് കുട്ടികളുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ അതിന് മുന്നോട്ട് പോകാം. പിന്നെ അതേപോലെ തന്നെയാണ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഒരാളെ ജീവിതത്തിൽ എത്രത്തോളം എന്താണ് ഗ്രോത്ത് ഉണ്ടാക്കി കൊടുക്കാം, അദ്ദേഹത്തിന് മുന്നോട്ടുള്ള ഫ്യൂച്ചർ ലൈഫിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളതും സൈക്കോ തെറാപ്പിന്റെ ഒരു സ്കോപ്പ് തന്നെയാണ്. പിന്നെ റിലേഷൻഷിപ്പ് ചലഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്, പല കുടുംബത്തിനും പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് മാറ്റിയെടുത്ത് ഒരു ഫാമിലി കൗൺസിലിംഗ്, അതെ മാരിറ്റൽ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ സൈക്കോ തെറാപ്പിന്റെ ഒരു ടെക്നിക്ക് തന്നെയാണ്. അതേപോലെ സ്പെസിഫിക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താ, മറ്റുള്ള ആളുകൾ, സോഷ്യൽ ഇന്ററാക്ട് ഇല്ലാത്ത ആളുകൾ, അതായത് സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉള്ള ആളുകൾക്ക് എന്താണ് പരമാവധി എന്താണ് മറ്റുള്ള ആളുകളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മളെ പോലെയുള്ള കൗൺസിലേഴ്സ് തെറാപ്പി മൂലം നമുക്ക് കഴിയും. പിന്നെ ഒരു ക്രൈസിസ് ഇന്റർവെൻഷൻ എന്ന് പറയുന്ന ഒരു അതായത് ഒരു ഭൂകമ്പോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ എന്താണ് നമ്മളിപ്പോൾ കലാമിറ്റി ഒക്കെ ഉണ്ടായില്ല വയനാട്ടിൽ, അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ എന്താണ് നമുക്കൊരു ടീമിന് ആ സമയത്ത് ഇരുന്ന് അങ്ങനത്തെ ആളുകളെ നമുക്ക് എന്താണ് ആ സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യാനും അവരെ മെന്റൽ ഹെൽത്ത് ഒന്ന് നന്നാക്കാനും, നമ്മൾ അവരെ കൂടെ ഒന്ന് കരയാതെ എന്നല്ല, പക്ഷെ ആ സമയത്ത് അവർക്ക് കൊടുക്കേണ്ട ഒരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് നമുക്ക് കൊടുത്താൽ ചിലപ്പോൾ അവരെ ലൈഫിൽ ചിലപ്പോൾ എന്നേക്കും അത് മതിയാവും. നമ്മളൊന്നും അവരെ നമ്മളെ ഒരിക്കലും മറക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാവില്ല. പിന്നെ അതേ പ്രധാനപ്പെട്ടത് പ്രിവെൻഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. എത്രത്തോളം നമുക്കൊരു സൈക്കോ എഡ്യൂക്കേഷൻ ഒരു വിഷയമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം എന്താണ് ഒരു നോളജ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്, ഇതൊക്കെ തന്നെയാണ് സൈക്കോ തെറാപ്പിയെ കൊണ്ടൊരു ഏറ്റവും വലിയൊരു ഗുണം. ഓക്കെ, ഇനി മേജർ സൈക്കോ തെറാപ്പീസിന്റെ അതായത് ഏതൊക്കെ തരത്തിലുള്ള തെറാപ്പീസ് ആണ് നമുക്ക് ഈ സൈക്കോ തെറാപ്പിയിൽ ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ പ്രധാനമായിട്ടുള്ള ഒരു സൈക്കോ ഡൈനാമിക് തിയറി, അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ആണ്. അതായത് അൺകോൺഷ്യസ് മൈൻഡിലുള്ള, അതായത് ഉള്ളിൽ കിടക്കുന്ന അബോധ മനസ്സിലുള്ള നമ്മുടെ ചിന്തകളെയും വികാരങ്ങളൊക്കെ മനസ്സിലാക്കി കോൺഷ്യസ് മൈൻഡിൽ നടക്കുന്ന സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് അവരെ ക്ലയന്റിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് സൈക്കോ ഡൈനാമിക് തിയറി. ഇത് ഒരു വളരെ ഡീപ്പായിട്ട് പഠിക്കേണ്ട, കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എത്ര പെട്ടെന്ന് ഒരാളെ എത്രയും പെട്ടെന്ന് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന അർത്ഥത്തിൽ നമുക്ക് കാരണം ഒരു കാലത്ത് ആദ്യമായിട്ട് ഒരു സൈക്കോ തെറാപ്പിയിലെ ഒരു മേജർ തെറാപ്പിയിൽപ്പെട്ട ഈ ഒരു തെറാപ്പി ആയിരുന്നു പണ്ട് 1952, 55, 7 ഈ ഒരു തെറാപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം തന്നെ അത്രയും ഇതിന്റെ വാല്യൂ ഉണ്ടായിരുന്നു. അപ്പോ ഈ ഒരു തെറാപ്പി തന്നെ നമ്മളാണ് സൈക്കോ തെറാപ്പി പഠിക്കുന്ന സമയത്ത് എന്താണ് പല ക്ലയന്റും നമുക്ക് ആപ്ലിക്കേഷനിൽ അതിന്റെ ടെക്നിക്ക് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാം. പിന്നെ അടുത്തത് CBT ആണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ട്രെൻഡ് എന്ന് പറയുന്നത് CBT ആണ്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. ഈ തെറാപ്പി എന്നാണ് ഇപ്പൊ നിലവിൽ കിടക്കുന്ന, അതായത് തെറ്റായിട്ടുള്ള നെഗറ്റീവ് ചിന്തകളെ കണ്ടെത്തി നമുക്ക് എന്താണ് അവരെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിൽപ്പെട്ടത് തന്നെയാണ് ബിഹേവിയർ തെറാപ്പി. സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും, ഈ ബിഹേവിയർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് അവരെ ഒരു ടൂൾസും കാര്യങ്ങളും പറഞ്ഞ് അസസ്മെന്റ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു തെറാപ്പിയാണ്. പിന്നെ ഈ ഒരു REBT എന്നത് REBT പിന്നെ റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പിയാണ്. അതായത് ഇപ്പൊ നമ്മുടെ ക്ലയന്റിന്റെ ഏറ്റവും ഫോക്കസ് ഇമോഷൻ ആണ്. അവരെ ഇമോഷൻ എത്രത്തോളം ഹൈ ആണ്, കുറവാണ് ആ ലെവൽ മനസ്സിലാക്കി അവരെ കൺട്രോൾ ചെയ്യിപ്പിക്കാനും ആ ഇമോഷൻസ് നിലവിൽ എത്രത്തോളം വരെ മനസ്സിലുണ്ട് അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ്. ഇതും വളരെ ഇതങ്ങനെ ഒരു ഉപയോഗത്തിൽ അങ്ങനെ അപ്ലിക്കബിൾ അല്ല, എന്നാലും ഇപ്പോഴത്തെ പലരും ഇത് ഉപയോഗിക്കുന്നതും കാണാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ CCT എന്ന് പറയുന്നത് ക്ലയന്റ് സെന്റർ തെറാപ്പിയാണ്. അതായത് ഈ ഒരു തെറാപ്പി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എൻകറേജ്മെന്റ് കൊടുക്കുക എന്നുള്ളത്. അതായത് ഇപ്പൊ നിലവിൽ എന്ത് പ്രശ്നം നമ്മുടെ മുമ്പിൽ പറയുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവരെന്താണ് ആ സാഹചര്യത്തിൽ മാറ്റി നല്ല എൻകറേജ്മെന്റ് കൊടുത്ത് പുതിയൊരു ആക്ടിവിറ്റി അവരെ പുതിയൊരു ലൈഫിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. പിന്നെ അടുത്തത്
ഒരു ഗസ്റ്റാൾട്ട് തെറാപ്പി എന്ന് പറയുന്നത് പ്രസന്റ് മൊമെന്റിൽ, അതായത് നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്താണ് അവർക്ക് ഒരു സെൽഫ് എസ്റ്റീം, സെൽഫ് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അവരെ പ്രശ്നം എന്താന്നുള്ളത്. കാരണം നമ്മൾ സാധാരണ CBT മറ്റേ ഈ ബിഹേവിയർ തെറാപ്പി RBTയിലൊക്കെ ആകുമ്പോൾ 1-2 സെഷനൊക്കെ കഴിയുന്ന സമയത്ത് ചിലപ്പോൾ ഒരു റാപ്പ് ബിൽഡപ്പിന് ശേഷമായിരിക്കും ആപ്ലിക്കേഷൻ ലെവലിലേക്ക് നമുക്ക് 1 ബൈ 1 പോകാൻ പറ്റും. അതേസമയം ഗസ്റ്റാൾട്ട് തെറാപ്പിയിലേക്ക് വരുന്നത് പ്രസന്റ് മൊമെന്റിൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾ, നിങ്ങളെ പ്രശ്നം ഇതാണ്, അതിന് നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, അതിനുള്ള അവയർനെസ് കൊടുക്കുക, അവരെ സെൽഫ് എസ്റ്റീം കൂട്ടുക എന്നുള്ളതാണ് ഗസ്റ്റാൾട്ട് തെറാപ്പിയിൽ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ എക്സ്റ്റൻഷ്യൽ തെറാപ്പി എന്ന് പറയുന്നത്, അത് എക്സ്റ്റൻഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പഠിപ്പിക്കുക. അവരുടെ ലൈഫ് എന്താണ്, നല്ല രീതിയിൽ പിന്നെ ഇങ്ങനെ ആഘോഷിക്കാൻ പഠിക്കുക. ഏതൊക്കെ മൊമെന്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാം, ഇന്ന രീതി ഈ സാഹചര്യം നിങ്ങൾ അത്ര ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ കൂടുതലായി എന്താണ് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു തെറാപ്പി കൂടിയാണ് ഇത്. അപ്പോൾ എന്താണ് ഇതുവരെ ചിലപ്പോൾ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എന്താണ് നമ്മുടെ CBT പുതിയൊരു ഗ്രൂപ്പ് ഒരു കേസ് ഹിസ്റ്ററി ഇട്ടാക്കുന്നത്. അപ്പോൾ അയാൾ ഒരു നെഗറ്റീവ് തോട്ട് എന്നത് പറഞ്ഞാൽ എന്താണ്, എനിക്ക് പണ്ടെങ്ങാൻ ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ പോയപ്പോഴും അച്ഛനും അമ്മയും അത് തുടങ്ങാൻ നിന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ള ഒരു ചിന്ത. ആ ചിന്ത ഉള്ളത് കൊണ്ടാണ് അയാൾ ചെറുപ്പത്തിലേ അങ്ങനെ വളർന്നു വന്നത്. എന്ത് ഇയാളെ കൊണ്ട് ചെയ്യാൻ, അച്ഛൻ പറഞ്ഞു നിന്നെ കൊണ്ട് ചെയ്താൽ ശരിയാവില്ല, നീ അത് പോണ്ട, ഒറ്റക്കൊന്നും ചെയ്യാൻ പോണ്ട, നിനക്ക് കഴിയൂല എന്നുള്ള ഒരു തോട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഈ ഇവിടെയൊക്കെ നമുക്ക് എക്സ്റ്റൻഷ്യൽ തെറാപ്പി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് തന്നെ ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഫാമിലി തെറാപ്പി എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഫാമിലിയുമായിട്ടുള്ള ഇഷ്യൂസ്, അതുപോലെ തന്നെ ഡൈവോഴ്സ് കേസുകൾ, പിന്നെ പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, ഇതൊക്കെ ഫാമിലി തെറാപ്പിയിൽ പെടുന്നതാണ്. പിന്നെ ഇന്റർപേഴ്സണൽ തെറാപ്പി എന്ന് പറയുന്നത് ഒരാൾ ഇന്നറായി കിടക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിന് എന്താണ് പിന്നെ അത് പുറത്തേക്ക് അയാൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്താണ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തെറാപ്പിയാണ് ഇന്റർപേഴ്സണൽ തെറാപ്പി. പിന്നെ പ്രധാനപ്പെട്ട മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറാപ്പി, ഇത് എല്ലാ തെറാപ്പിയിലും ആഡ് ആണ്. പിന്നെ അതായത് ഇതിൽ പെട്ടെന്ന് റിലാക്സേഷൻ മെത്തേഡുകൾ, യോഗ, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ എന്താണ് അവരെ ആക്ടിവിറ്റി പഠിപ്പിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഡയറക്റ്റ് ആയിട്ട്. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഇതിൽ പെടുന്നതാണ്. പിന്നെ അടുത്തൊരു ട്രോമ ഫോക്കസ് തെറാപ്പി. ട്രോമ ഫോക്കസ് തെറാപ്പി എന്ന് പറയുന്നത് എന്താണ്, മുമ്പെങ്ങാനും ഉണ്ടായ ഒരു ട്രോമ കാരണം, ചിലപ്പോൾ ഒരു അബ്യൂസ് ആവാം, ചിലപ്പോൾ ഒരു ആക്സിഡന്റിൽ ചിലപ്പോൾ ഒരു നെറ്റിത്തരിച്ചു പോയ സംഭവമായി, അല്ലെ വീട്ടിലേതെങ്കിലും ഒരു ഏറ്റവും പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചുപോയ അതിൽ വന്ന സങ്കടങ്ങളായിരിക്കും. ഇതൊക്കെ ട്രോമയിൽ പെടും. ആ ട്രോമ മനസ്സിലാക്കി അവർ റിയലൈസ്ഡിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ ഒന്ന് മാറ്റുന്ന ഒരു തെറാപ്പിയാണ് ട്രോമ ഫോക്കസ് തെറാപ്പി എന്ന് പറയും. പിന്നെ അടുത്തത് ആക്ട് ആണ്. ആക്ട് എന്ന് പറയുന്നത് അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പിയാണ്. ഇതിൽ പ്രധാനമായിട്ടും അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ആങ്സൈറ്റിയുമായി അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്താ പ്രശ്നം എന്നുള്ളത് അവരെ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആങ്സൈറ്റി ഉള്ള ഒരാൾ, സോഷ്യൽ ആങ്സൈറ്റി ഉള്ള ഒരാളാണെങ്കിൽ ആ ആങ്സൈറ്റിയോട് കൂടെ തന്നെ സോഷ്യലായിട്ട് ആളുകളിൽ ഇറക്കി വിടുക എന്നുള്ളതാണ്. അതായത് പബ്ലിക്കിലേക്ക് പോകാനുള്ള ഒരാളുണ്ട്, പേടിയാണ്. ആ പേടിയുള്ള എന്താണ്, നിങ്ങൾ ആ ആങ്സൈറ്റി നമ്മൾ മാറ്റുന്നില്ല ഇവിടെ. നിലവിൽ അവരെ ആങ്സൈറ്റി ഒരു റിലാക്സേഷൻ മെത്തേഡും കൊടുക്കാതെ തന്നെ എന്താണ് അതിനെപ്പറ്റി അവരെ ആങ്സൈറ്റിയോട് കൂടി തന്നെ നമ്മളെ മുമ്പിൽ ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഈ ആങ്സൈറ്റി നിങ്ങൾ നിന്നോട്ടെ എന്നുള്ളത്. അതിൽ തന്നെയാണ് എന്താണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. കമ്മിറ്റ്മെന്റ് എന്നുള്ളത് പുതിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കി. ഈ പറഞ്ഞ ആങ്സൈറ്റി ഉള്ള ഒരാൾ എന്താണ് സോഷ്യലായിട്ട് ബന്ധപ്പെട്ട ഒരു ആങ്സൈറ്റി അയാൾക്കുണ്ടെങ്കിൽ ഒരു പരിപാടി കൊണ്ടുപോയി ഇരുത്തുക. കാരണം നിലവിൽ അയാൾക്ക് ആങ്സൈറ്റി ഉണ്ട്, അത് മാറിയിട്ടില്ല, നമ്മൾ പറഞ്ഞൊന്നും കൊടുത്തിട്ടില്ല, അതിന് അവയർനെസ് ഡയറക്റ്റ് ആയിട്ട് ഈ ആങ്സൈറ്റിയോട് കൂടി തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കി, ഒരു റെസ്പോൺസിബിൾ ഉണ്ടാക്കുക, അയാൾ പ്രശ്നത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു രീതിയാണ് ACT തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ ഇന്റർഗേറ്റീവ് ആൻഡ് എക്ലറ്റിക് തെറാപ്പി. ഈ തെറാപ്പി എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ തെറാപ്പിയിലും ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് CBTയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇന്റർഗേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ പറഞ്ഞ എല്ലാ തെറാപ്പിയിലും തിയറി ബേസിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് ടൂൾസും ചിലപ്പോൾ ഇന്റർഗേറ്റീവ് ഉപയോഗിക്കുന്ന CBT ചിലപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മൈൻഡ്ഫുൾനെസ്സിലെ മെഡിറ്റേഷൻ കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ GSALT ആണെങ്കിൽ ചില കാര്യങ്ങൾ അവിടെ വേണ്ടി വരും. ഫാമിലി തെറാപ്പിയിൽ നമ്മൾ അഡ്വൈസ് ചിലപ്പോൾ അവിടെ വേണ്ടി വരും, CBTയിൽ വരും. ഇങ്ങനെ എല്ലാം കൂടി എടുത്തിട്ടുള്ള ഒരു ഏരിയയാണ് ഇന്റർഗേറ്റീവ് തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എക്ലറ്റിക് തെറാപ്പിയാണ്. അതും CBTയിലെ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ക്ലയന്റ് ഏത് സിറ്റുവേഷൻ ആണോ ഇരിക്കുന്നത്,
എന്ത് പ്രശ്നമാണ് നമ്മുടെ മുമ്പിൽ അവർ പറഞ്ഞിട്ടുള്ളത്, അവിടെ നമുക്ക് എന്താണ് തോന്നി, ഈ പ്രശ്നത്തിന് പരിഹാരമായി നമുക്ക് എന്താണ് ആ സ്പോട്ടിൽ പറയാൻ തോന്നിയത് അത് അവരോട് പറയുക എന്നുള്ളതാണ് എക്ലറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു തെറാപ്പികളാണ് പിന്നെ സൈക്കോ തെറാപ്പിയിൽ മേജർ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതുമായിട്ട് പിന്നെ വേറെ ബന്ധപ്പെട്ടുള്ള ഒരു തെറാപ്പി കൊണ്ട് POT എന്ന് പറയും, പോസ്റ്റ് ഡെലീരിയം തെറാപ്പി എന്ന് പറയും. ഇത് ഡിമെൻഷ്യ, ഇത് ഞാൻ ഇതിൽ സൈക്കോ തെറാപ്പിയിൽ ഉൾപ്പെടുത്താറില്ല. എന്നാൽ പോലും എന്താണ് ഡിമെൻഷ്യ, അതുപോലെ തന്നെ ഡെലീരിയമായിട്ട് മെന്റലായിട്ട് മെമ്മറി ലോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ബുദ്ധിമുട്ടുള്ള ആൾ, അതുപോലെ ജെറിയാട്രിക്കിലൊക്കെ ഈ പോസ്റ്റ് ഡെലീരിയം തെറാപ്പി വളരെ രീതിയിൽ ഉപയോഗിക്കുന്നത് കാണാം. ആദ്യം എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ, അവരെ ബുദ്ധിമുട്ട് എന്താണ് കണ്ടെത്തിയത്, അതിലേക്ക് ഒരു തെറാപ്പി കൊടുക്കുന്ന ഒരു ഏരിയയാണ് ഈ പോസ്റ്റ് അല്ലെങ്കിൽ പോട്ട് എന്ന് പറയുന്ന PST എന്ന് പറയുന്ന ഒരു തെറാപ്പി. അപ്പോ ഈ ഒരു ഇതാണ് ഇതുവരെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തു. കാരണം ഓവറോൾ ഒരു സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് ഈ തെറാപ്പികൾ തന്നെയാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെ ചോദിക്കാം. ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തീരും, കാരണം എന്തെങ്കിലും നിങ്ങൾ കുറച്ചുകൂടി ഇന്ററാക്ട് ആവുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു തീർത്തത്. അപ്പോ ഇനി നിങ്ങൾക്ക് സൈക്കോ തെറാപ്പിയായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ചോദിക്കാം. ഏതെങ്കിലും പറഞ്ഞത് എന്തെങ്കിലും, ഇനിയിപ്പോ നിങ്ങളെ കൺഫ്യൂഷൻസ്, ഇപ്പൊ ഞാൻ ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്, അപ്പോ എനിക്കിനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അങ്ങനെ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും സൈക്കോളജി മേഖലയിൽ. അതുമായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഇരിക്കുക. ഹലോ സാർ. പറഞ്ഞോളൂ. ഞാൻ ഒരു കേസ് സുഹൃത്തിന്റെ ബന്ധപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ഒരു കേസ് എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ ഇത് ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് SSLCക്ക് ഫുൾ A+, പിന്നെ +2-ന് അത്യാവശ്യം മാർക്ക് ഉണ്ട്. അങ്ങനെ കുട്ടി റിപ്പീറ്റ് ചെയ്തു കുറച്ച്, പക്ഷെ മുന്നോട്ട് പോയില്ല. അങ്ങനെ ഡിഗ്രിക്ക് ചേർന്നു. കെമിസ്ട്രി ചേർന്നപ്പോൾ കുട്ടിക്ക് അവിടെ ഇംഗ്ലീഷ് ഭയങ്കര പേടിയായതുകൊണ്ട് അത് നിർത്തിയിട്ട് നേരെ മറ്റൊരു ഗവൺമെന്റ് കോളേജിൽ മാത്സിന് ചേർന്നു. അപ്പൊ അവിടെ ഈ കുട്ടികൾക്ക് ആദ്യം വന്ന പ്രശ്നം ഇംഗ്ലീഷിനോടുള്ള ഒരു പ്രശ്നം വന്നു. പിന്നീട് കുട്ടിക്ക് മാത്സും ഇത്രയും കൂടുതലായിരുന്നു എന്ന് തോന്നലുണ്ടായി. കുട്ടി പഠനം നിർത്തി. ഈ സമയത്ത് കുട്ടി ജോയിൻ ചെയ്ത സമയത്ത് തന്നെ കല്യാണം നടന്നു. കല്യാണം എന്ന് പറഞ്ഞാല് അവരുടെ പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ ഹസ്ബൻഡിന്റെ കുടുംബത്തിൽ ഇവൾക്ക് പഠിക്കാൻ പറ്റാത്തതിലുള്ള ചെറിയ വിഷമമുണ്ട്. അവര് പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ശരിക്കും പറഞ്ഞ കുട്ടി ഈ അടുത്ത കാലത്ത് ഒന്നും മിണ്ടുന്നില്ല, സംസാരമില്ല. നേരത്തെ നല്ല ആക്റ്റീവ് ആയിരുന്ന കുട്ടിയാണ്. ആകെ ഒരു നമ്മൾ പറയില്ലേ ഒരു ഡിപ്രഷൻ അതിലേക്ക് വന്നു കൂട്ടി. ഇപ്പൊ അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ആകെ കൺഫ്യൂഷനിൽ ഇരിക്കുകയാണ് അവര്. ഇതിനു മുമ്പ് കൗൺസിലിംഗ് അവിടെ കൊണ്ടുപോയിട്ടുണ്ടോ? കൗൺസിലിംഗ് അവിടുന്ന് കോളേജിൽ നിന്ന് പറഞ്ഞിരുന്നു പോലും നിങ്ങൾ ഒരു സൈക്യാട്രി ഹോസ്പിറ്റലിൽ പോകണമെന്ന് അവരാരോ പറഞ്ഞു വിട്ടു. അവിടുത്തെ ഒരു കൗൺസിലറുമായി ബന്ധപ്പെട്ട ആള് എന്നോട് ചോദിച്ചു പറഞ്ഞാൽ അങ്ങനെ പോകാനൊന്നും ആയില്ല. അവരെവിടെയും കാണിച്ചില്ല. പക്ഷെ ആരെയും കാണിക്കാനും പറ്റില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു സ്റ്റിഗ്മ പ്രശ്നം കൂടെ ഉണ്ട്, സോഷ്യൽ പ്രശ്നം അതുകൊണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് ഇങ്ങനെ ചെയ്തുകൂടെ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പറഞ്ഞു. ഈ കേസിൽ എത്ര കാലമായി തുടങ്ങിയിട്ട്? ഇത് ഒരു 3-4 മാസമായി. മാത്രമല്ല ഈ കുട്ടിക്ക് 3.5 മാസമായേ ഉള്ളൂ വിവാഹത്തിന്റെ നിശ്ചയം കാര്യമൊക്കെ കഴിഞ്ഞിട്ടു. അതിനുശേഷമാണോ കറക്റ്റ് കുട്ടി തുടങ്ങിയിട്ടുള്ളത്? അതിന് ശേഷമാണ് കുറച്ച് കൂടി. ആദ്യം തന്നെ കുട്ടിക്ക് ഇംഗ്ലീഷ് പേടിയായിട്ട് കുട്ടി ഗ്രൂപ്പ് മാറലും ഒക്കെ ചെയ്തു. പിന്നീട് മാത്സ് ഇതിനേക്കാളും ബുദ്ധിമുട്ടായി തോന്നി. ഒന്നും ശ്രദ്ധിക്കാൻ പറ്റാതായി, കോളേജിൽ പോകാതായി, കൂട്ടുകാരികൾ വിളിക്കുമ്പോൾ പോലും ഇവിടെ ഫോൺ എടുക്കാതായി. അപ്പൊ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്നും ചെറിയൊരു പ്രശ്നം തോന്നി. ആ ഹസ്ബൻഡ് ഇതുകൊണ്ട് എന്നെ എന്താ ഒഴിവാക്കുവോ എന്നുള്ള തോന്നൽ വരെ കുട്ടിക്ക് ഉണ്ടായി. അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു 3-5 മാസം വരെ കല്യാണത്തിന് നേരത്തെ കുട്ടീനോട് പറഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിപ്പിക്കും അങ്ങനെ എന്തെങ്കിലും? ചില ആളുകൾക്ക് എന്താണ് അറിയോ,
അതായത് നമ്മളെ വീട്ടിലൊരു സാഹചര്യം വെച്ച് പോകുമ്പോൾ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ തുടക്കത്തിൽ പല പെൺകുട്ടികൾക്കും ഒരു 16-17 വയസ്സാകുമ്പോൾ തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അത് ചിലപ്പോൾ എന്താ ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്ത വിഷയം ഒന്നുകിൽ അവരെ ഫ്രണ്ട് സർക്കിൾ കുറവായിരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വീട്ടിലുള്ള നല്ലൊരു ഓപ്പൺ ഏരിയ അല്ല, കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും. പിന്നെ ഒന്നാമത് പറഞ്ഞാൽ ഒരു 17-18 വയസ്സാകുന്ന സമയത്ത് വീട്ടിലൊരു ഫ്രീഡം ഇല്ലാത്തൊരു പെൺകുട്ടിയായി. കാരണം അറ്റ്ലീസ്റ്റ് ഒരു കുട്ടിക്ക് ഒരു കാര്യം തുറന്നു പറയാനുള്ള സ്പേസ് പോലും ആ ഫാമിലിക്ക് കുട്ടി കൊടുക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഇങ്ങനത്തെ പല സാഹചര്യം എന്താണ് ചിലപ്പോൾ കുട്ടി പഠിക്കാത്തതൊരു വിഷയമൊന്നല്ല, ഈ ഒരു ആങ്സൈറ്റി ഉള്ളത് കൊണ്ട് തനിക്ക് ഇനി മുന്നോട്ട് എങ്ങനെ ഒറ്റക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് മറ്റുള്ള ആശ്രയത്തോട് കൂടി അല്ലാണ്ട് ജീവിക്കണം, ഇനി ഒറ്റക്ക് ജീവിക്കാൻ കേപ്പബിൾ ഇല്ല എന്നുള്ള തോട്ട്സ് ഈ കുട്ടിയിൽ വരുന്നത് കൊണ്ട് ആയിരിക്കാം. ഞാൻ അങ്ങനെയാണ്, കുട്ടീനെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയാത്തത് കൊണ്ട് അറിയാം. നിങ്ങൾ പറഞ്ഞത് വെച്ച് പറയാണ്. ഇങ്ങനത്തെ ഒരു കേസ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതേ ഒരു വിഷയമുള്ള പെൺകുട്ടിയായിട്ട് ഞാൻ ഒന്ന് ഡീൽ ചെയ്തതാണ്. അപ്പോൾ ആ കുട്ടിയുടെ സോഷ്യൽ ആങ്സൈറ്റി, കാരണം കുട്ടിയെ വെച്ച് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് കുട്ടീന്റെ പ്രശ്നം എന്താണ്, കുട്ടി എന്തുകൊണ്ട്, അതായത് ഈ കുട്ടിക്ക് വരുന്നതിന് മുമ്പ് കുട്ടി എങ്ങനെയായിരുന്നു, വളരെ ഹാപ്പി ആയിരുന്നു, ഹാപ്പിന് പെടുന്ന ചെറിയ എന്തെങ്കിലും ഒരു മൊമെന്റ് അവിടെ നടന്നിട്ടുണ്ടാവും. ആ മൊമെന്റ് ആണ് നമ്മൾ അറിയേണ്ടത്. സാറേ ഞാൻ അതിന്റെ ഒരു റിലേറ്റീവിനെ വിളിച്ചിരുന്നു, ഏറ്റവും അടുത്ത് കുട്ടി ഇടപെടുന്ന. അപ്പോ ഇത് കേട്ടപ്പോ അവര് പറയുന്നത് കുട്ടി ആക്റ്റീവ് ആയിരുന്നു, കുട്ടിക്ക് വീട്ടിൽ നല്ല ഫ്രീഡം ആണ്, നല്ല എല്ലാം കൊണ്ടും സൗകര്യമുള്ള കുട്ടിയാണ്. പക്ഷെ പിന്നെ പഴയ കാലം എടുക്കുകയാണെങ്കിൽ കുട്ടി നന്നായിട്ട്, ഞാൻ പറയില്ല USS വരെ ആ കുട്ടി നേടിയിട്ടുണ്ട്, എക്സാം ഒക്കെ പാസ്സായ കുട്ടി, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വന്ന ഒരു കുട്ടിയാണ്. പക്ഷെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് മാറ്റം വന്നത്. അതിന് ഞാൻ അന്വേഷിച്ചപ്പോൾ കുട്ടിക്ക് ഒന്ന് ഭാഷ അറിയാത്തൊരു പ്രശ്നം അത് കുട്ടിയെ പറ്റെ തളർത്തി ഈ കോളേജിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. രണ്ടാമത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അക്കങ്ങളെന്നാ എന്നെ പേഴ്സണൽ ആയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് നമ്മള് ഒരു സെഷനായി ഇപ്പൊ ഒരു കേസ് ഡിസ്കഷൻ ആക്കണ്ട, നിങ്ങളൊന്ന് പേഴ്സണൽ ആയിട്ട് കോൺടാക്ട് ചെയ്തായിട്ടോ. തീർച്ചയായിട്ടും കുറച്ച് ആ പ്രശ്നമല്ല, നിങ്ങള് പേഴ്സണൽ ആയിട്ട് ഞാൻ ആ ഗ്രൂപ്പിന്റെ നമ്പർ എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ. ഇനി ആളുകൾ പറഞ്ഞോളൂ, എന്താണ് ഈ സൈക്കോതെറാപ്പിയുമായിട്ട് നിങ്ങൾക്കുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ? സാറേ, നമുക്ക് ഒരു കൗൺസിലർക്ക് എല്ലാ തെറാപ്പിയും പഠിക്കണോ, അതോ 2-3 മെയിൻ ആയിട്ടുള്ള പഠിച്ചാൽ പോരെ? പൊതുവായിട്ടുള്ള വല്ലതും ഉണ്ടോ തെറാപ്പി പൊതുവായിട്ട് ഉപയോഗിക്കാനുള്ള? നിങ്ങൾ എല്ലാത്തിനും ഒന്ന് പഠിച്ചിട്ട് മാത്രം പോയാൽ മതി. എല്ലാ തെറാപ്പിയും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങൾ കൗൺസിലിംഗ് ഉപയോഗിക്കുമ്പോൾ CBT പഠിക്കുകയാണ്, CBT മാത്രം പഠിക്കുക. കാരണം അതിൽ അത്യാവശ്യം എല്ലാ ടെക്നിക്കും മറ്റുള്ള തെറാപ്പിയിൽ കണക്ഷൻ ഉണ്ട്. അതേപോലെ നിങ്ങൾ DBT പഠിക്കുകയാണെങ്കിൽ CBT ഏകദേശം ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ ഇന്റർഗ്രേറ്റ് തെറാപ്പി ഞാൻ പറഞ്ഞല്ലോ, അവിടെ കൂടെ കൊടുക്കണ്ടേ, നമുക്ക് എക്ലറ്റിക് തെറാപ്പിയാണ് വേണ്ടത്. CBTയിലെ എക്ലറ്റിസിറ്റി, നമുക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത്. അതിന് നമ്മൾ ഒരു തെറാപ്പി അതിന്റെ ടെക്നിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചിരിക്കണം. നമ്മൾ എല്ലാ തെറാപ്പിയോട് പഠിക്കുമ്പോൾ ഈ പഠിച്ചോനെ ഈശോ ഇത് ഏത് ടെക്നിക്ക് അവിടെ കൊടുക്കുക എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ആങ്സൈറ്റി വരും. നമുക്കൊരു ആ ക്ലയന്റിന് കൊടുക്കേണ്ടി വരില്ല. പിന്നെ ക്ലയന്റിന് ഒരു കോൺഫിഡൻസ് ലെവൽ വരും. ആ സമയത്ത് അവര് പിന്നെ ഇവിടെ കൊള്ളൂല പറഞ്ഞിട്ട് പരാതിയും പറഞ്ഞ് അവര് നിങ്ങൾക്കൊന്നും നടക്കൂല. ചിലപ്പോൾ ഓപ്പൺ ആയിട്ട് തന്നെ ചില ക്ലയന്റുകൾ വരും. പിന്നെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ OCDക്കാരൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മുഖത്ത് നോക്കി പറയും, ഇവിടെ ഒന്നും നിങ്ങളെ കൊണ്ടൊന്നും നടക്കൂല, ഞാൻ വേറെ സ്ഥലത്ത് നോക്കിയോളാം എന്നറിയാം. നമ്മൾ റെഫർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. താങ്ക് യു. സർ, പറഞ്ഞോളൂ. നമ്മളിപ്പോ CBT ഏതൊരു ക്ലയന്റ് വന്നാലും നമുക്ക് അപ്ലിക്കബിൾ ആണോ അത് CBT? യെസ്, അതെ. അവരുടെ സിറ്റുവേഷൻ എന്താണ് നമ്മൾ അറിയും. അതേ സമയത്ത് പിന്നെ ഉദാഹരണം പറയാണ്, ഏതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറിലെ NPD വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയ. ഏതൊരു തെറാപ്പി കൊടുത്താൽ 99 പോലും നമുക്ക് റിസൾട്ട് കിട്ടാത്ത ഒരു ഏരിയ. പക്ഷെ അത് CBTയിലേക്ക് വരുമ്പോൾ നമ്മൾ അപ്രോച്ച് ഉണ്ട്. നമ്മൾ അപ്രോച്ച് എന്ന് പറയുന്നത് അതിൽ ഒരുപാട് സോക്രാറ്റിക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഇയാളുമായിട്ട് പിന്നെ നമ്മൾ എത്രത്തോളം അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടോ, നമ്മൾ എത്രത്തോളം മനോഹരമായിട്ട് അയാളെ ഫീലിങ്സ് മനസ്സിലാക്കുന്നുണ്ടോ,
അവിടെയാണ് നമ്മളെ എന്താണ് നമ്മുടെ കൗൺസിലിങ്ങിന്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ വിജയം ഉണ്ടാകുക. ഞാൻ പലപ്പോഴും ക്ലാസ്സുകൾ പറയും, നമ്മുടെ മുമ്പിൽ ഒരു ക്ലയന്റ് വന്ന് ഏകദേശം കാര്യങ്ങളൊക്കെ എന്താണ് പറഞ്ഞു കഴിഞ്ഞ് ഒന്ന് പൊട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കരഞ്ഞത് എന്താണ്? നമ്മുടെ വിജയമാണ്, നമ്മുടെ സക്സസ് ആണ്, നമ്മുടെ റിസൾട്ട് ആണത്. കാരണം എവിടെയോ കിടക്കുന്ന ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കരയണമെങ്കിൽ അയാൾക്ക് എന്താണ്, അയാളെ മുമ്പിൽ നല്ലൊരു ഫീലിങ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണ്, നല്ലൊരു എന്താണ് മൊമെന്റ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, CBT ഏറ്റവും ബെറ്റർ ആണ് എല്ലാ കേസുകളും. പക്ഷെ അതിന്റെ എന്താണ് ടൂൾസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കണം എന്ന് പറയണം. അതിന്റെ ഏതൊക്കെ രീതികളാണ്, ഒരു CBT മോഡൽ ഉണ്ട്, ആ മോഡൽ പഠിക്കണം. ആ മോഡൽ പഠിച്ചാൽ എന്താണ് എല്ലാ പ്രശ്നത്തിലേക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് എത്തിപ്പെടാൻ കഴിയും. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പറഞ്ഞു. ഇതില് സാറിപ്പോ പറഞ്ഞത് NPD നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലേ? അതെ അതെ. അതില് സോക്രാറ്റിക് ക്വസ്റ്റ്യനിങ് അവരെടുത്ത് ഏൽക്കുവോ ശരിക്കും? കേൾക്കുമെന്ന് വെച്ചാല് എങ്ങനെയാണ് സോക്രാറ്റിക് ക്വസ്റ്റ്യൻ എന്നുള്ളത് നമ്മൾ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് അയാളെ വീട്ടിലേക്ക് പറഞ്ഞു എന്ന് വിചാരിക്കുക. ഈ NPD ഉള്ള മനുഷ്യന് വീട്ടില് പിന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അതായത് രാവിലെ എഴുന്നിട്ട് ഭാര്യയോട് ഉദാഹരണം പറയാണ്, ഭാര്യ നമ്മൾ പഠിപ്പിക്കുകയാണ്, ഭാര്യ നിങ്ങൾ ഭർത്താവിനോട് രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു ഗുഡ് മോർണിംഗ് പറയാം. ജസ്റ്റ് ഉദാഹരണം. അപ്പോൾ ഇതുവരെ ഒരിക്കലും ഗുഡ് മോർണിംഗ് പറയാത്തൊരു ഭാര്യ രാവിലെ എഴുന്നേറ്റിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നു. അപ്പൊ ഭർത്താവ് എന്താണ് ചിലപ്പോ ഒന്ന് അത്ഭുതത്തോടെ നിൽക്കും, ആ നാർസിസിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ. അപ്പൊ തിരിച്ചൊന്ന് റെസ്പോൺസ് ചെയ്യും, ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് എ ഫസ്റ്റ് സോക്രാറ്റിക് ക്വസ്റ്റ്യന്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്, ജസ്റ്റ് ബെസ്റ്റ് ഉദാഹരണമാണ്. അതേ സമയത്ത് ഈ പേഴ്സണാലിറ്റി NPD തന്നെ പുറത്ത് പ്രശ്നമുള്ള ആളുകളാണെങ്കിൽ അയാൾ നമ്മൾ എന്താണ്, അയാളെ ചുറ്റുപാടുള്ള ഫ്രണ്ട്സിന്റെ ആളുകൾ നമ്മളൊന്ന് സെറ്റ് ആക്കുന്നു, അയാളെ മുമ്പിലൂടെ ഒന്ന് നടന്ന് എന്താണ് വിശേഷങ്ങൾ, എങ്ങോട്ടാ പോകുന്നത്, സാധാരണ ഒന്നും മിണ്ടാത്ത ഈ വ്യക്തിയാണെങ്കിൽ സുഖം, ഞാനിവിടെ പോകുന്നു, ആ റീപ്ലൈ കിട്ടാൻ, അതാണ് സോക്രാറ്റിക് ക്വസ്റ്റ്യൻസ്. വളരെ കുറച്ച് റിസ്കി ഫാക്ടർ ആണ്, എന്നാൽ പോലും നമുക്ക് അപ്ലൈ ചെയ്യാം. സാറിന്റെ അടുത്ത് അങ്ങനത്തെ പേഷ്യൻസ് വന്നിട്ട് NPDയുടെ NPDന്റെ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. പക്ഷെങ്കിൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ ഈ ഒരു എനിക്കായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് വന്ന ഒരു ക്ലയന്റ് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞാൻ കുറച്ചൊരു 2 സെഷൻ അവരെ കൂടെ ഇരുന്നിട്ടുണ്ടായി. ആ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ സർ, താങ്ക് യു സർ. താങ്ക് യു. സാർ നമ്മള് CBTയില് സാറേ പറഞ്ഞോ. CBTയിൽ ABCD മോഡൽ ആണല്ലോ നമ്മള് പഠിച്ചത് അന്ന് അല്ലേ? ആ ഒരു രീതിയിൽ കാര്യങ്ങള് ആ ഒരു സീക്വൻസ് ആയിട്ട് ഇങ്ങനെ പറയാണ് ചെയ്യണം. അപ്പൊ ഇതൊരു ഫസ്റ്റ് സെഷനിൽ തന്നെ നമുക്ക് ഇത് ഏതാണ്ട് ഇതിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ഒരു സെഷനിൽ ഈ ഒരു കാര്യങ്ങൾ അത് എത്തിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങളെ ക്വാളിറ്റിയാണ്, നിങ്ങൾ എത്രത്തോളം അത് ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ ആ ഒരു എന്താണ് അവരെ നമുക്ക് എത്രത്തോളം നമ്മുടെ കൂടെ നിന്ന് ഒരുമിച്ച് നിന്നിട്ട് ഒരു കൊളാബറേറ്റ് ആയിട്ട് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ, ഒരുമിച്ച് അവരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്കൊരു ഈ ABC മെത്തേഡൊക്കെ വെച്ച് ഫസ്റ്റ് സെഷൻ തന്നെ ഏകദേശം നമുക്കൊക്കെ എത്താം. അതേ സമയത്ത് ഒരു റാപ്പോ ബിൽഡപ്പിന് ചില 1-2 സെഷൻ എടുക്കുന്ന ഒരു കേസിലൊക്കെയാണ് ABCD ചിലപ്പോൾ ABC ഒരു 6ാമത്തെ സെഷൻ 7ാമത്തെ സെഷനിലൊക്കെ ആ മെത്തേഡ് കിട്ടും. ക്ലയന്റ് എത്രത്തോളം നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നു, കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണോ, അത്രയും പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ, ഇനിയില്ലെങ്കിൽ ആർക്കില്ല, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തൊരു ആഴ്ചയിൽ പുതിയ എന്തെങ്കിലും വിഷയവുമായിട്ട് ഇതുമായിട്ട് ഹലോ ബന്ധപ്പെട്ട് നമുക്ക് ഈ തെറാപ്പി ഒരു കോഴ്സ് ആയിട്ടല്ലേ പഠിപ്പിക്കുന്നത് അല്ലേ? ഇപ്പം വിംബിൾ അക്കാദമിയിൽ CBTയും അതുപോലെ തന്നെ ഒരു ബിഹേവിയർ തെറാപ്പി, DBT അങ്ങനത്തെ 1-2 തെറാപ്പികൾ ഇപ്പം നിലവിലുണ്ട്. അതുപോലെ തന്നെ ABA ഉണ്ട്, പ്ലേ തെറാപ്പി ഉണ്ട്, തെറാപ്പികൾ ഒരുപാട് ഉണ്ട്. പിന്നെ അല്ലാത്ത നിങ്ങൾ ഫ്രീ സെഷൻ ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്. ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? ഇപ്പൊ നിലവിൽ ഓൺലൈനിലാണ്. പിന്നെ ഓഫ്ലൈൻ നമ്മൾ ഏതായാലും പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഉടനായിട്ട് വരുന്നുണ്ട്. കുറച്ച് സമയം എടുക്കുന്നല്ല, ഞാനിപ്പോ പുറത്താണ്, അതുപോലെ തന്നെ വർഷമാം തിരക്കിലാണ്, എല്ലാവരും ജോലി തിരക്കിലാണ്. ഓഫ്ലൈനിൽ കൊടുക്കണേ നമ്മൾ കുറച്ച് സമയം എടുക്കും.
എന്തായാലും ഈ വർഷം ജനുവരി കഴിഞ്ഞ് എന്തായാലും പ്ലാനിങ് ഉണ്ടല്ല. ഇപ്പൊ ഓൺലൈനിലാണ് എല്ലാം. ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ പറയുന്നത് ചെയ്യാനുള്ള കോഴ്സ്? ഈ തെറാപ്പികൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സാണ്. ഞാൻ ചോദിച്ചത് പിന്നെ നിങ്ങൾക്ക് സൈക്കോളജി ഒരു വേണമെന്നൊന്നുമില്ലല്ലോ അല്ലെ? അത് വേണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കരിയർ വെച്ച് മുന്നോട്ട് ഇതൊരു കൗൺസിലിംഗ് സെന്ററോ ഒരു ക്ലിനിക്കോ അങ്ങനെ എന്തെങ്കിലും പിന്നെ റെമഡിയേഷൻ സെന്റർ ഒക്കെ തുടങ്ങണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു PG ലെവലോ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കൗൺസിലിംഗിലെ കോഴ്സ് ഒക്കെ ഡിപ്ലോമ ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള ഏതെങ്കിലും കൗൺസിലിംഗ് കോഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് PGന്റെ ഏറ്റവും ബെറ്റർ ആണ്. PG കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കൺസൾട്ടന്റ് ആയി, സൈക്കോളജിസ്റ്റ് ആയി. ഡിഗ്രി കഴിഞ്ഞ സമയത്ത് തന്നെ ഇതൊക്കെ ഏതെങ്കിലും കോഴ്സ് ഒക്കെ പഠിച്ചിട്ട് ജോലി സമയത്ത് ഒരു PG പഠിച്ചു തുടങ്ങുക. PG കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താണ് സ്വന്തമായിട്ടൊരു റെമഡിയേഷൻ സെന്റർ അങ്ങനത്തെ രീതിയിലൊക്കെ ഒരു കൗൺസിലിംഗ് സെന്റർ ഒക്കെ തുടങ്ങാം. അതിനു മുമ്പ് എന്താണ് വേറൊരാളെ കീഴിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എത്ര നാളുകൊണ്ട് നമുക്ക് ഒരു തെറാപ്പി എന്നുള്ള കോഴ്സ് ചെയ്യാൻ പറ്റും? ഇതിന്റെ ഒരു ടേം CBT എന്ന് പറയുന്നത് 5 days ആണ്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള തെറാപ്പി ഫൈസൽ സാർ നമ്മൾ ഇപ്പൊ ലാസ്റ്റ് പറയും എത്രതാണെന്നുള്ളത്. കറക്റ്റ് എനിക്കറിയില്ല. ഞാൻ CBT DBT ആണ്, ബിഹേവ് തെറാപ്പി ആണ്. 5, 3, 4 ഒരു 8 ദിവസം കൊണ്ടാണ് ഈ 2 തെറാപ്പി ആയിട്ട് പഠിപ്പിക്കുന്നത്. മറ്റുള്ള തെറാപ്പികൾ കറക്റ്റ് 3, 4 ദിവസമാണെന്ന് തോന്നുന്നു. സാറ് പറയും ഇതിനെപ്പറ്റി. എങ്ങനെ 1-to-1 സെഷൻസ് ആണോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ആണോ? എങ്ങനെ 1-to-1 സെഷൻസ് ആണോ ക്ലാസ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയിരിക്കും? ഗ്രൂപ്പായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത്. ഇതിന്റെ ഫീസ് ഡീറ്റെയിൽസും ടൈമും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അത് സാറ് പറയും. സാറ് വീഡിയോയിൽ വന്നിട്ടുണ്ട്. സാറേ ഫൈസൽ സാറേ ഒന്ന് ജോയിൻ ചെയ്തോളൂ. നമ്മളിപ്പോ നമ്മൾ ഇബിൾ അക്കാദമിയിൽ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ നിസാബ് സാറ് ഒക്കെ പറഞ്ഞിരുന്നു. അതായത് നമ്മൾ ഇബിൾ അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം PG സ്റ്റുഡൻസ് അതേപോലെ തന്നെ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ സൈക്കോ തെറാപ്പി ഏറ്റവും ചുരുങ്ങിയ ഫീയിൽ പഠിക്കുക, അവരെ സ്കിൽഡ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്റൻഷൻ. അപ്പൊ ആ രീതിയിലാണ് ഇപ്പൊ നിസാബ് സാർ ആയിക്കഴിഞ്ഞാലും വർഷ മാം ആയിക്കഴിഞ്ഞാലും അഫ്ര മാം ആയിക്കഴിഞ്ഞാലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ടീം നമ്മുടെ കൂടെ ഉള്ളത്. ഇതില് ഒത്തിരി പേര് നമ്മളുടെ പിന്നെ ഈ ഒരു പിന്നെ നമ്മുടെ CBT ആയിക്കഴിഞ്ഞാലും DBT ആയിക്കഴിഞ്ഞാലും ഒക്കെ എടുത്ത് പഠിച്ചവരായിരിക്കും. അപ്പോ നമ്മൾ എല്ലാം കൂടി ഒരു ഒറ്റ തെറാപ്പി കോഴ്സ് ആയിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്, ഇൻഡിവിജ്വലി ഉള്ള കോഴ്സുകളായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ CBT ഉണ്ട്, അതേപോലെ തന്നെ DBT, അതേപോലെ തന്നെ ബിഹേവിയറൽ തെറാപ്പി, ABA തെറാപ്പി ഉണ്ട്, ആർട്ട് തെറാപ്പി ഉണ്ട്, പ്ലേ തെറാപ്പി ഉണ്ട്, ജെറിയാട്രിക് കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോ ബാച്ചായിട്ട് നമ്മൾ ഓരോ മാസത്തിൽ ഓരോ ബാച്ചായിട്ടാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ CBTയുടെ 5ാമത്തെ ബാച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഗ്രൂപ്പിൽ, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക, ജോയിൻ ഇല്ലാത്തവർ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ്, അതിന്റെ ഫീ എത്രയാണ്. നോർമലി നമുക്ക് വരുന്ന ഒരു ഫീ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500, 600 ആ ഒരു റേഞ്ചിലാണ് ഇപ്പൊ നിലവിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും അടുത്ത ബാച്ചുകളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ ക്ലാസ് റെക്കോർഡും നോട്ട്സും അസസ്മെന്റ് ഷീറ്റും ഒക്കെ അടക്കമുള്ള ഒരു പാക്കായിരിക്കും നിങ്ങൾക്ക് തരാം. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഞാനിവിടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇടാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പിന്നെ സെഷനുകളുടെ ഡീറ്റെയിൽസുകളൊക്കെ അതിൽ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഫ്രീ സെഷൻസ് ഉണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ആവുക. അതേപോലെ തന്നെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ജനുവരിക്ക് ശേഷം നമ്മൾ ഫിസിക്കലി ഉള്ള സെഷനുകളും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓൺലൈൻ സെഷനാണ് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നിസാർ സാറേ. അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ നമ്മൾ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ്, അതേപോലെ തന്നെ ലേണിംഗ് ഡിസബിലിറ്റി തുടങ്ങിയിട്ടുള്ള കോഴ്സുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിലുകളൊക്കെ നമ്മൾ ഗ്രൂപ്പ് വഴി അറിയിക്കും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോ നെക്സ്റ്റ് ബാച്ച് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ ബാച്ച്? പുതിയ ഏതിന്റെ ബാച്ച് ആയിരുന്നു സാറേ? ഏത് ബാച്ചാണ്? CBT ആണോ അതല്ലെങ്കിൽ CBTയുടെ നമ്മൾ ഇനി 1-ാം തീയതി ആയിരിക്കും, ഡിസംബർ 1-ാം തീയതി പുതിയൊരു ബാച്ച് ഉണ്ടാവും മിക്കവാറും. 5 days അല്ലേ? 5 days. അതെ.
നൈറ്റ് ആയിരിക്കും ക്ലാസ്, ഈ ടൈം ആയിരിക്കും അല്ലേ? അതെ, 7 to 8:30 ആയിരിക്കും സാർ ക്ലാസ് ഉണ്ടാവുക. 7 to 8:30. ഓക്കെ ഓക്കെ, താങ്ക് യു. സാർ നമുക്ക് വീട്ടിലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാ? വീട്ടില് പിന്നെ സാറ് ഇടപെട്ടോളി, എല്ലാം നമ്മളൊക്കെ ഫീൽഡ് തന്നെ. സാറ് പറഞ്ഞോ. എന്താണ് വീട്ടിൽ എന്താണ് സെന്റർ തുടങ്ങണോ? വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ആയിട്ടൊരു സെന്റർ തുടങ്ങണമെങ്കിൽ. കൗൺസിലിംഗ് സെന്റർ ആണോ? അതെ. ഓക്കെ, കൗൺസിലിംഗ് സെന്റർ ആണെങ്കിൽ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് അതിന്റെ ഒരു ലൈസൻസ് എടുക്കണം. അപ്പോൾ പഞ്ചായത്തിൽ നമ്മൾ ലൈസൻസിന് അപേക്ഷിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ നമുക്ക് കൗൺസിലിംഗ് ചെയ്യാനുള്ള നമ്മൾ ഡിപ്ലോമ ചെയ്തതാണെങ്കിൽ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ സൈക്കോളജി ആണ് ചെയ്തതെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മൾ പഞ്ചായത്തിലെ ലൈസൻസിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. അത് വെച്ച് നമുക്ക് പിന്നെ കൗൺസിലിംഗ് സെന്റർ തുടങ്ങാം. നമ്മുടെ കോഴ്സുകൾ സർട്ടിഫൈഡ് കോഴ്സുകളാണോ? സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ അക്കാദമിയുടെ സർട്ടിഫിക്കറ്റ് ആണ്, പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സാറേ. അത് മതിയോ ശരിക്കും നമുക്കൊരു കൗൺസിലിംഗ് ചെയ്യാനായിട്ട്? പോരാ അല്ലേ? ഇല്ല, അത് പോരാ. ഇതിപ്പോ ഓൾറെഡി നമ്മൾ കൗൺസിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ, സൈക്കോളജിസ്റ്റുകൾ, ഡോക്ടേഴ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു, പിന്നെ സൈക്കോളജി സ്റ്റുഡൻസ്, അവർക്കായിരിക്കും നമ്മളുടെ ഈ ഒരു കോഴ്സ് കുറച്ചും കൂടി എഫക്റ്റീവ്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, തെറാപ്പികൾ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടും. അതല്ലാതെ ഈ നമ്മുടെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്കൊരു സെന്റർ തുടങ്ങാനോ ഒരു തെറാപ്പിസ്റ്റ് ആവാനോ പറ്റില്ല. ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ്. ഓക്കെ, ഹിപ്നോസിസ് ചെയ്യുന്നത്. താങ്ക് യു. ഓക്കെ. ഇപ്പോ അതേപോലെ തന്നെ ഈ ഒരു ഇഗ്നോ യൂണിവേഴ്സിറ്റിന്റെ പുതിയൊരു കഴിഞ്ഞൊരു ബാച്ച് കഴിഞ്ഞു. PG ഒക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ ഒരു വർഷത്തെ ഒരു ഡിപ്ലോമ കോഴ്സ് ഉണ്ട്, ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അത് RC റെക്കഗ്നൈസേഷൻ ആണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ലൈസൻസ് കിട്ടും. പറഞ്ഞ ഈ പഞ്ചായത്തിന്റെ ലൈസൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. PG കഴിഞ്ഞവരാണെങ്കിൽ 55 മാർക്കൊക്കെ പെർസെൻറ്റേജ് ഒക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ PG പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഒന്നൊരു ആപ്ലിക്കേഷനിൽ കൊടുക്കാം. RC റെസിഗ്നേഷൻ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് ലൈസൻസ് നമുക്ക് കിട്ടും. പിന്നെ എവിടെയും നമുക്ക് സ്വന്തമായിട്ട് ക്ലിനിക്ക് തുടങ്ങാനോ കൗൺസിൽ വർക്ക് ചെയ്യാനൊക്കെ പറ്റും. ആദ്യം ഒരു എംഫിൽ നിർബന്ധമായിരുന്നു. ഇപ്പോൾ എംഫിലിന് അത് കുറച്ചൊരു അവിടെ ഒരു പ്രശ്നങ്ങൾ UGCയുമായിട്ട് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പുതിയ യൂണിവേഴ്സിറ്റിന്റെ പുതിയ RC റിഹാബിലിറ്റേഷൻ സെന്ററുമായിട്ട് കണക്ട് ആയിട്ട് പുതിയൊരു കോഴ്സ് വന്നിട്ടുണ്ട്. സർ, ഇഗ്നോന്റെ കോഴ്സ് എന്നാണോ പറഞ്ഞത്? അതെ, ഇഗ്നോന്റെ ഈ പുതിയ ജനുവരി അഡ്മിഷൻ ബാച്ചിൽ ഒരു ബാച്ചിൽ 200 പേർക്ക് അഡ്മിഷൻ കിട്ടും. അത് തുടക്കം വരുന്ന സമയത്ത് സൈറ്റ് കിട്ടുന്ന സമയത്ത് തന്നെ ഓപ്പൺ ആണ്. അതിന് ക്രൈറ്റീരിയ ഉണ്ട്, മാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ടോട്ടൽ 200 അഡ്മിഷൻ അല്ലേ സാറേ പറഞ്ഞത്? ഓവറോൾ അതെ, ഓവറോൾ അല്ല, ടോട്ടൽ ഇന്ത്യയിൽ 200 അഡ്മിഷൻ ആണ്. അപ്പൊ അത് മാത്രമല്ല, അതിൽ ക്രൈറ്റീരിയ പറയുന്നുണ്ട്, എത്ര അബോവ് പെർസെന്റേജ് ഒക്കെ പറയുന്നുണ്ട്. അതെ, 55% മാർക്ക് വേണം. മാർക്കിന്റെ ബേസിലാണോ കിട്ടുന്നത്? അതോ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെയായിരിക്കോ? മാർക്ക് ബേസ്, മാർക്ക് ഉണ്ട് അതില്. ഓക്കെ. എനിക്ക് തോന്നുന്നത് അത് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി തന്നെയാണ്. PG കഴിഞ്ഞവർക്കാണോ സർ? PG സൈക്കോളജി കഴിഞ്ഞവർക്കാണോ? അതെ, PG സൈക്കോളജി കഴിഞ്ഞവർ. PG സൈക്കോളജി കഴിഞ്ഞവർക്ക് തന്നെ കറക്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇതിന്റെ നോട്ടിഫിക്കേഷൻ എന്റെ കയ്യിലുണ്ട്, ഫോണിൽ അവിടെ ഉണ്ട്. ഞാൻ എടുത്തിട്ട് അതിൽ ഗ്രൂപ്പിൽ ഇടാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. PG കഴിഞ്ഞിട്ട് ഈ ഡിപ്ലോമക്ക് അങ്ങനെ വിളിക്കോ? ഡിപ്ലോമക്ക് വിളിക്കാൻ പാടുണ്ടോ PG കഴിഞ്ഞാൽ? PG അല്ലേ? ഡിപ്ലോമ അല്ല, അതായത് MPhil ഒരു ക്ലിനിക്ക്. സാധാരണ PG കഴിഞ്ഞാൽ പലരും MPhil എടുക്കാനാണല്ലോ പോവാറ്, ഒരു ക്ലിനിക്കിലൊക്കെ വർക്ക് ചെയ്യാൻ. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും കുറഞ്ഞ സീറ്റൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഈ ഒരു പുതിയൊരു ഇഗ്നോ റിഹാബിലിറ്റേഷൻ സെന്ററുമായിട്ട് ഒരു കൊളാബറേറ്റ് ചെയ്തിട്ട് പുതിയൊരു പ്രോഗ്രാം കൊണ്ടുവന്നു. അതിന് ഫീസ് ഒരു വർഷത്തേക്ക് വരുന്നത് 22 രൂപ 23 രൂപ ഏറ്റവും ഇഗ്നോ വാങ്ങുന്നുണ്ട്. പക്ഷെങ്കിൽ ഡിസ്റ്റൻസ് ആണ്, ഓൺലൈൻ കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ. പക്ഷെ റെഗുലർ അല്ല, റെഗുലർ ആയിട്ട് നമുക്കൊന്നും കിട്ടില്ല. റെഗുലർ ആയിട്ട് ഒരു ചിലപ്പോൾ പ്രാക്ടിക്കൽ 1-2 ക്ലാസ്സുകൾ നമുക്ക് എവിടെയാണ് സ്റ്റഡി സെന്റർ ഉള്ളത് അവിടെ കിട്ടും.
പക്ഷെ പഠനമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുകയാണ്. പക്ഷെ ആ കഴിച്ച് സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയ വളരെ നല്ല വാല്യൂ ആണ്. ആ PGയുടെ അങ്ങനെയല്ലേ, ഞാനിപ്പോ PG കഴിഞ്ഞതാണ്. അപ്പൊ PG അതിന്റെ സർട്ടിഫിക്കറ്റും അങ്ങനെ തന്നെയാണല്ലോ, വാല്യൂ അതെ അതെ. ഇതാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചാൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമല്ലോ. പിന്നെ ആ. ഈ പറഞ്ഞ സ്വന്തമായിട്ട് ക്ലിനിക്കോ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് സ്വന്തമായിട്ട് പറഞ്ഞത് ഒരു ഗവൺമെന്റിന്റെ പെർമിഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. സർ ഈ നമുക്ക് RCAയുടെ ലൈസൻസ് നമ്പർ കിട്ടുന്നാണോ പറഞ്ഞത്? അതെ അതെ, ലൈസൻസ് നമ്പർ അടക്കമുള്ള ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെയാണ് അവർ പറയണത്. ഇനിയിപ്പോ എന്താ മാറ്റം ഉണ്ടാന്ന് അറിയില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. അപ്പൊ നമുക്ക് സൈക്കോളജി പഠിച്ചിട്ട് നമുക്ക് UK പോകാൻ എന്തെങ്കിലും കോഴ്സ് ഉണ്ടോ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്? സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ UK പോകുന്ന കാരണം അവർക്ക് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് അവിടുത്തെ ഒരു എൻട്രൻസ് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് ചിലപ്പോൾ നമ്മൾ നോക്കി പഠിക്കണം. ഇപ്പൊ UAE ആണെങ്കിൽ അറബി കൺട്രി DHA അല്ലെങ്കിൽ പിന്നെ ഒരു ഗവൺമെന്റ് തസ്തികയിലേക്കുള്ള ഒരു എക്സാം ഉണ്ട്. ആ എക്സാം എഴുതി കഴിഞ്ഞാൽ മാത്രമാണ്, എക്സാം ചിലപ്പോൾ അറബിയിലായിരിക്കാം ഇംഗ്ലീഷിലും ആയിരിക്കാം. അപ്പൊ അത് നമ്മൾ എന്താണ്, അവർ തരുന്ന ക്വസ്റ്റ്യൻ വളരെ IELTS പോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ആയിരിക്കും. അപ്പൊ അത് നമ്മൾ പാസ്സായാൽ മാത്രമാണ് നമുക്ക് സൈക്കോളജി ഇവിടെ പോകാം. അതേപോലെ UK എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് നോളജ് ഇല്ല. എന്തായാലും സാധ്യതകൾ എല്ലാം ലോകത്ത് എവിടെയും ഉണ്ട്. സർ നമ്മളിപ്പോ ഇഗ്നോയുടെ സൈക്കോളജി കഴിഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഈ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് എന്നുള്ളത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് അത് പഠിച്ചത് കൊണ്ട് കിട്ടാൻ ചാൻസ് കൂടുതലുണ്ടോ? ഈ UK ഉള്ളതോ? അല്ല, RCAയുടെ നമുക്ക് RCA ഇല്ലേ? അതെ, ആ പഠിച്ച കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. റിഹാബിലിറ്റേഷൻ ലൈസൻസ് നമ്പർ നിങ്ങൾക്ക് എന്തായാലും കിട്ടും അവർ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. പക്ഷെ ഭയങ്കര ക്രൈറ്റീരിയ ആണ് സാറ് പറഞ്ഞതുപോലെ തന്നെ. ഓവറോൾ ഇന്ത്യയിൽ ഒരു ഒരു അഡ്മിഷൻ 200 പേർക്കൊക്കെ കിട്ടും. അത് ചിലപ്പോൾ പറഞ്ഞത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 55% പറയുകയാണെങ്കിൽ പോലും കൂടുതൽ മാർക്കുള്ള കുട്ടികൾക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി ഉണ്ടാവുക. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. സർ, ഇപ്പോ ബേസിക് കൗൺസിലിങ്ങിന് അടിസ്ഥാനപരമായ യോഗ്യത എന്താ ശരിക്കും ഗവൺമെന്റ് തലത്തില്? കൗൺസിലിംഗ് അടിസ്ഥാനമായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് ഒരു PG തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് പല ഡിപ്ലോമ ശരിക്കും അലൗഡ് അല്ല അല്ലെ? അല്ലല്ല. എന്തായിരുന്നു? ഇപ്പൊ നമ്മളെ ഡിപ്ലോമ എന്ന് വെച്ചിട്ട് നമ്മൾ കൗൺസിലിംഗ് സെന്റർ തുടങ്ങാനോ ഇതൊന്നും പറ്റൂല. പക്ഷെ നമ്മളെ സാറേ സെന്റർ തുടങ്ങാൻ പറ്റില്ലെങ്കിലും കൗൺസിലിംഗിന് വേണ്ടി ഇരിക്കാൻ തോന്നുന്നുണ്ട് അല്ലെ? കൗൺസിലർ ആയിട്ടിരിക്കാം. കൗൺസിലർ ആയിട്ട് ഇരിക്കാം. ഒരാളെ കീഴിലൊക്കെ നമ്മൾ കൗൺസിലർ ആയിട്ട് ഇരിക്കാം. കൗൺസിലർ ആയിട്ട് ചെയ്യാം, കുഴപ്പമില്ല. കൗൺസിലിംഗില് ഗൈഡൻസ് ആയിട്ട് കൊടുക്കാം. പിന്നെ ഇങ്ങനത്തെ കൗൺസിലിംഗ് ഡിപ്ലോമ സ്കൂൾ പിന്നെ സ്റ്റുഡന്റ് കൗൺസിലർ ഒക്കെ ആയിട്ട് സ്കൂളിലൊക്കെ കയറാം. അവിടെ PG ഒന്നും വേണമെന്നില്ല. ഇതില് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവില് ഇങ്ങനെ ഒരു നിയമമായിട്ടില്ല. അതായത് കൗൺസിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൗൺസിലർ എന്ന് പറയുന്ന സമയത്ത് എന്ത് പഠിക്കണം, അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഇതുവരെ നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതല്ലെങ്കിൽ പിന്നെ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ആരാണ്, എന്ത് പഠിച്ചിരിക്കണം, അതെങ്ങനെ പഠിച്ചിരിക്കണം എന്നതിനെ കുറിച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഇത്. പക്ഷെ അത് ഇപ്പോ പിന്നെ അതൊരു മെന്റൽ ഹെൽത്ത് മേഖലയിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് അതിന്റെ ഒരു ക്രൈറ്റീരിയ ആർക്കാണ് അതങ്ങനെ വെക്കാൻ പറ്റുക എന്നുള്ളതിന്റെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ എന്നാലേ നമുക്കത് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ പലരോട് ചോദിക്കുമ്പോഴും പലരും പല രീതിയിലേക്ക്. അതിൽ ഈ PG കഴിഞ്ഞവർക്ക് എന്തായാലും അതിനൊരു അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ? അസോസിയേഷൻ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ കൗൺസിലിംഗ് പിന്നെ കൗൺസിലേഴ്സിന് തന്നെ പല അസോസിയേഷൻസ് ഉണ്ട് സൈക്കോളജിസ്റ്റുകൾക്ക്. ശരിക്കും കൗൺസിലറും സൈക്കോളജിസ്റ്റും രണ്ടും വേറെ വേറെയാണ്. ഈ സൈക്കോളജി പഠിച്ചതുകൊണ്ട് കൗൺസിലർ എന്ന് പറയാൻ പറ്റില്ല. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ശരിക്ക് ആ കൗൺസിലിംഗ് പഠിച്ചവരെയാണ് കൗൺസിലർ എന്ന് പറയാം. സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ സൈക്കോളജിസ്റ്റിൽ തന്നെ പല സൈക്കോളജിസ്റ്റുകളില്ലേ?
ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, അല്ലെ, ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഉണ്ട്, കൺസ്യൂമർ സൈക്കോളജിസ്റ്റ് ഉണ്ട്. ഇങ്ങനെ പലവിധം സൈക്കോളജിസ്റ്റുകൾ ഉണ്ടല്ലോ. അപ്പോ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അതൊരു സ്കില്ലാണ് ശരിക്കും. ഇപ്പൊ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് അതല്ലെങ്കിൽ അങ്ങനെ അത് കൗൺസിലിംഗ് ശരിക്കും പഠിച്ചവരെയാണ് കൗൺസിലർ എന്ന് പറയാ. സൈക്കോളജി പഠിച്ചു എന്നതുകൊണ്ട് കൗൺസിലർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും രണ്ട് പദങ്ങളാണ്. ഓക്കെ സാർ, താങ്ക് യു. MSW കൗൺസിലിംഗ് ചെയ്തവരും ഒരു ഇതില് വരുന്നില്ലേ? MSW പഠിച്ച ഒരുപാട് ആളുകൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ഇന്ന് ആരോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, MSW പഠിച്ചിട്ട് താലൂക്ക് ഏതോ ഒരു ഹോസ്പിറ്റലിൽ കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെയുള്ളവരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് തലത്തിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നവർ, കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ MSW-കാരാണ്. MSc സൈക്കോളജി പഠിച്ചവരെക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുന്നതും മുൻഗണന കിട്ടുന്നതും MSW-കാർക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അവർ ആ സോഷ്യൽ വർക്ക്സ് എന്നുള്ള ഒരു സംഭവം അതിൽ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് കുറെ കൂടി അവർക്ക് ഒരു പരിഗണന അത് കിട്ടുന്നുണ്ട്, അല്ലേ? നിങ്ങൾ MSW കഴിഞ്ഞതാണ് MLD? അതെ അതെ യെസ്. അതെ. കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യല്ലേ? ഇല്ല, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ. അല്ലാതെ തന്നെ എനിക്ക് ചൈൽഡ് കൗൺസിലിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം. അപ്പൊ ഞാൻ അതിനുള്ള കുറെ തെറാപ്പീസ് അങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അപ്ഡേഷൻസ്. ഓക്കെ 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 ഓക്കെ, ഗുഡ്. മിനിമം PG ആണെന്ന് പറയുന്നു. ഓക്കെ, എന്താണ് സാറ് മിനിമം PG ആണെന്ന് പറയപ്പെടുന്നു? എന്തിന്റെ ആയിരുന്നു? കുഞ്ഞു മുഹമ്മദ്. ഓക്കെ. അപ്പോ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അവസ്ഥയാണ്. എല്ലാവരും പറയപ്പെടുന്നു എന്ന് പറയാണ്, അല്ലെ? അപ്പോ എന്തായാലും നമ്മളെപ്പോഴും അപ്ഗ്രേഡ് ചെയ്യപ്പെടുക, സ്കിൽഡ് ആവുക, നമ്മളെപ്പോഴും നല്ല നോളജ് ഉണ്ടാവുക, എപ്പോഴും നമുക്കൊരു സർട്ടിഫിക്കറ്റും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നതിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുക, മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ലൊരു മനസ്കത നമുക്ക് ഉണ്ടാവുക. നമ്മളുടെ അടുത്തേക്ക് എത്തുന്ന ഒരാൾക്ക് ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് അവരിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ഒരു ഓപ്പൺ ആയിട്ടുള്ള, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള. നമ്മൾ കൗൺസിലർ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ മാറ്റിയിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ നമ്മുടെ അടുത്തേക്ക് ആളുകൾ എത്തിപ്പെടുന്നുണ്ടോ? അതായത് ഒരു 4 പേരിരിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്തേക്കാണോ ആളുകൾ വരുന്നത്? അതാണ് ശരിക്കും നമ്മളൊരു ഓപ്പൺ ആയിട്ട് ഇരിക്കുമ്പോഴേ നമുക്കത് പറ്റുള്ളൂ. നമ്മളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നമുള്ള ഒരാളല്ല, നോർമൽ ഒരാൾക്ക് നമ്മളുടെ അടുത്തേക്ക് എത്താൻ നമുക്ക് ഒരു ആക്സസിബിലിറ്റി വേണം. ആ ആക്സസിബിലിറ്റി ഉള്ള ഒരാളുടെ അടുത്ത് വന്നിട്ടേ ഒരാൾ ഓപ്പൺ അപ്പ് ആവുള്ളൂ. അതല്ലാതെ നമുക്ക് എത്ര നോളജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മൾ എത്ര ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ ഫ്ലെക്സിബിലിറ്റി, ചിലപ്പോൾ നമ്മളുടെ അത്ര വിവരം ഇല്ലാത്ത, അല്ലെങ്കിൽ നമ്മളത്ര എഡ്യൂക്കേഷൻ ഇല്ലാത്ത, പഠിക്കാത്ത ആളുകളുടെ അടുത്ത് പോയിട്ട് ആളുകൾ സങ്കടം പറയുന്നുണ്ടാകാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അവരുടെ അപ്രോച്ചാണ്, അവരുടെ ആ ഒരു സമീപനാണ്. അപ്പോൾ നമ്മളുടെ ഒരു വാക്ക്, നമ്മളുടെ ഒരു നോട്ടം, നമ്മളുടെ ഒരു സമീപനം, നമ്മളുടെ ഒരു ഇടപെടല് വളരെ പ്രധാനമാണ്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഈ സൈക്കോ തെറാപ്പി ഒന്നും വേണ്ട ആവശ്യമില്ല. അല്ലെ, നമ്മൾ ചില ഡോക്ടർമാരുടെ അടുത്ത് പോണ കാര്യം നമ്മൾ പറയാറില്ലേ? ചില ഡോക്ടർമാരുടെ അടുത്ത് പോയി സംസാരിച്ച് മരുന്ന് കഴിക്കണം എന്നില്ല, അല്ലെ? എൻ്റെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മക്ക് ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറെ അടുത്ത് പോയാലേ ആ അസുഖം മാറുള്ളൂ. അവിടെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ സെറ്റ് ആവും. എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ മതി. എന്താണ് ഉമ്മ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഒന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അസുഖം മാറിയിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ അതേപോലെ നമ്മളുടെ ഒരു സമീപനം, ആ ഒരു ഓപ്പൺ അപ്പ്, നമ്മളെ എത്രത്തോളം ഫ്ലെക്സിബിൾ ആണ്, നമ്മുടെ ഇടപെടല്, നമ്മുടെ വാക്ക് പ്രയോഗം, നമ്മുടെ നോട്ടം, നമ്മുടെ വേഷം, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ഇതിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുക. നമ്മൾ നല്ല മനുഷ്യനാവുക, ബി എ ബെറ്റർ പേഴ്സൺ. അത് തന്നെയാണ് ഏറ്റവും ആധാരം. നമ്മളൊരു നല്ല മനുഷ്യനായി തീരുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ കുറെ ഇമോഷൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ആ ഇമോഷൻസ് ഒക്കെ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ചെയ്യുക. ഒരാളെ കാണുന്ന സമയത്ത് പുഞ്ചിരിക്കുക. അത് പിന്നെ നമ്മളെ കൗൺസിലി വരുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രെയിനി വരുന്ന സമയത്തോ അല്ല. നോർമലി നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരാളെ കാണുമ്പോൾ
അല്ലെ? നമ്മൾ ഒരാളോട് ചിരിക്കാൻ സന്നദ്ധമാവുക, ഒരാളെ സഹായിക്കാനുള്ള ഒരു മനസ്കത നമുക്ക് ഉണ്ടാവുക. അപ്പോഴാണ് നമുക്ക് അത് ഒരു പാഷനേറ്റ് ആയിട്ട് എന്തും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ആ രീതിയിൽ നമ്മൾ നല്ല മനുഷ്യന്മാരായി കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ അടുത്തെത്തുന്ന ആളുകൾക്ക് നമ്മുടെ സാന്നിധ്യം കൊണ്ട്, അല്ലെ, അതാണ് ചില ആളുകളുടെ സാന്നിധ്യം മാത്രം മതിയാകും. ആ സാന്നിധ്യം കൊണ്ട്, ആ സാന്നിധ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു റിഫ്ലക്ഷൻ ഉണ്ട്, എനർജി. നമ്മൾ കാണാത്ത ഒരു എനർജി ശരിക്കും നമ്മളിൽ നിന്ന് പിന്നെ പ്രസരിക്കുന്നുണ്ട്. ആ എനർജി, അതായത് ഒരു എനർജി എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ ട്രെയിനിങ് എടുക്കുമ്പോൾ ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ളതാണ്. അതായത് എനർജി ഈസ് എ ട്രാൻസ്ഫറൻസ്. നമ്മളെ കാണുമ്പോൾ നമ്മളിൽ നിന്ന് പ്രസരിക്കുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജി പോസിറ്റീവ് എനർജി ആണോ, ഹാപ്പി എനർജി ആണോ, നെഗറ്റീവ് എനർജി ആണോ, എനർജറ്റിക് എനർജി ആണോ, ആംഗ്രി എനർജി ആണോ, ഏതാണോ, ആ എനർജിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളുടെ അടുത്ത് വരുന്ന ഒരാൾക്ക് അതിൽ നിന്നുള്ള ഒരു എഫക്റ്റീവ്നെസ് കിട്ടുക. നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളിൽ നിന്ന് ഒരു എനർജി പാസ് ചെയ്യുന്നുണ്ട്. അത് അടുത്തിരിക്കണം എന്നില്ല കിട്ടണം എന്നുണ്ടെങ്കിൽ. അത് ചിലപ്പോൾ കണ്ടാലോ കേട്ടാലോ ഒക്കെ ആ എനർജി പാസ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മളിൽ സമാഹരിക്കപ്പെടുന്ന എനർജിയാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്ന, നമ്മളെ കേൾക്കുന്ന, നമ്മളെ കാണുന്ന ആളുകളിലേക്ക് പ്രസരിക്കപ്പെടുന്നത്. അതിന് നമ്മൾ നല്ല മനുഷ്യന്മാരാവണം. അപ്പോഴേ നമ്മളിൽ നിന്നുള്ള ഈ പോസിറ്റീവ് എനർജി അവരിലേക്ക് പാസ് ചെയ്യപ്പെടുള്ളൂ. നമ്മൾ വെറുതെ ഒരാളെ തൊട്ടാൽ മതി, അപ്പൊ എന്തായി, നമ്മളിൽ നിന്ന് ആ പോസിറ്റീവ് എനർജി പാസ് ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചിലപ്പോൾ ഒരാള് നമ്മളുടെ അടുത്ത് വന്ന് ഇരുന്ന് പോയാൽ മതിയാവും, അതോടുകൂടി നമ്മൾ മാറും. ഒരാള് എന്താണ് വിശേഷം എന്ന് ചോദിച്ചാൽ മാത്രം മതിയാകും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളായിട്ട് നമുക്ക് പരിവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നല്ല മനുഷ്യന്മാരായിട്ട് മാറുക. അത് നമ്മുടെ റിയൽ ലൈഫിൽ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മളത് ജീവിതത്തിൽ പകർത്തുക. നമ്മുടെ വീട്ടില് നമ്മുടെ മക്കളോട്, നമ്മളുടെ ഭാര്യയോട്, നമ്മളുടെ ഹസ്ബൻഡിനോട്, നമ്മളുടെ പാരൻസിനോട്, നമ്മളുടെ നെയ്ബേഴ്സിനോട്, നമ്മൾ കാണുന്ന ആളുകളോട് ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. പലപ്പോഴും നമ്മൾ കുറെ തെറാപ്പികളും പല കാര്യങ്ങളും നമ്മൾ പഠിക്കും, പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. നമ്മൾ ജേണൽ എഴുതണം എന്ന് പറയും, നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം എന്ന് പറയും, അങ്ങനെ പല സ്കില്ലുകളും നേടണം എന്ന് നമ്മൾ പലരോടും പറയും. ഇതൊന്നും നമ്മൾ ചിലപ്പോൾ ചെയ്തു നോക്കൂല. നമ്മൾ ചെയ്ത് നോക്കണം. നമ്മുടെ റിയൽ ലൈഫിൽ അത് ചെയ്ത് നോക്കി നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാകണം. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോവുക. കാരണം നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന്, നേരത്തെ ഇവിടെ സാറ് പറഞ്ഞില്ലേ, 80% ഓഫ് ദ പീപ്പിൾ ഈസ് വെയിറ്റിംഗ് ഫോർ യു. നമ്മളെ കാത്ത്, നമ്മളുടെ ഒരു പ്രസൻസിന്, നമ്മളുടെ ഒരു നോട്ടത്തിന്, നമ്മളുടെ ഒരു ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുന്ന ആയിരങ്ങൾ പുറത്തുണ്ട്. അപ്പോ അവരിലേക്ക് എത്തിപ്പെടാൻ, ഒരാളിലേക്കല്ല ആയിരങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടണമെങ്കിൽ അവർ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഏറ്റവും നല്ല സൊല്യൂഷൻസ് കൊടുക്കാൻ, അവരെ ഏറ്റവും പെട്ടെന്ന് പരിവർത്തിപ്പിക്കാൻ നമ്മളെ കാത്ത് അവരിയ്ക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും വേഗത്തിൽ അവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല മനുഷ്യന്മാരായി, നല്ല ബെറ്റർ പേഴ്സൺസ് ആയി, നല്ല സൈക്കോളജിസ്റ്റുകളായി, നല്ല കൗൺസിലേഴ്സായി, നല്ല സൈക്കോ തെറാപ്പിസ്റ്റുകളായി അവരിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. നമ്മളിൽ നിന്ന് നല്ല എനർജികൾ ലോകത്തിലേക്ക് പ്രസരിക്കട്ടെ. അങ്ങനെ നമ്മളുടെ ജീവിതത്തെ അടയാളപ്പെടുത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഈ ഒരു ഫ്രീ വെബിനാർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. വിംബിൾ അക്കാദമിയിൽ ഇനിയും തുടർന്നും ഇത്തരത്തിലുള്ള ഫ്രീ സെഷനുകൾ ഉണ്ടാകും. എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഇന്നത്തെ സെഷൻ മനോഹരമായിട്ട് ലീഡ് ചെയ്ത എൻ്റെ പ്രിയ സുഹൃത്ത്, അതേപോലെ തന്നെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള നിസാബ് സാറിന് എല്ലാവിധ സ്നേഹങ്ങളും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു സെഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാ കൂട്ടുകാർക്കും സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് നിസാബ് സാർ അവസാനിപ്പിക്കല്ലേ? അവസാനിപ്പിക്കാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ, ഗുഡ് നൈറ്റ്. താങ്ക് യു, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. Good night. Thank you.